മലയാള കഥയിൽ ഉത്തരാധുനികതയുടെ ഇടിമുഴക്കം ആദ്യമായി കേൾപ്പിച്ച ശ്രീ ബാബു കുഴിമറ്റത്തിൻ്റെ കൂടെയാണ് നമ്മളിന്നിപ്പോൾ ഇരിക്കുന്നത്. ഈ നാളതുവരെ ഉണ്ടായിരുന്ന കഥയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കഥ എഴുതുകൊണ്ടാണല്ലോ ഉത്തരാധുനികതയുടെ ആദ്യത്തെ ഇടിമുഴക്കം എന്നൊക്കെ പറയാൻ കാരണം. അതിലേക്ക് എങ്ങനെയാണ് താങ്കൾ എത്തിയത്? ചോദ്യം ഹരിചന്ദ്രൻ്റെ ചോദ്യം വളരെ രസകരമാണ്. പക്ഷേ ഇപ്പം രാവിലെ ഞാൻ എണീറ്റ് വന്ന പടിയാണ്. സത്യത്തിൽ ഈ വളരെ ചെറുപ്പത്തിൽ എഴുതി തുടങ്ങിയ ഒരാളാണല്ലോ ഞാൻ. 8-9 വയസ്സുള്ളപ്പോൾ ആണ് എഴുത്തിലേക്ക് വരുന്നത്. അതിന് കാരണം തന്നെ എഴുത്ത് എനിക്കൊരു ജീവൻ രക്ഷാ മാർഗമായിരുന്നു. അന്നും ആത്മഹത്യയിൽ നിന്നുള്ള എൻ്റെ മോചനമാർഗം ഈ എഴുത്താണ്. അതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് സാറേ. പിന്നെ ഈ ആധുനികത ഉത്തരാധുനികത ഇത് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരം പറയാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതൊക്കെ ഈ അക്കാഡമിക് വിലയിരുത്തലുകാരുടെ സൗകര്യത്തിനും ശബ്ദിക്കുന്ന വായനക്കാർ, അതായത് നിരൂപകർ, അവരുടെ തിരിച്ച പഠനങ്ങൾക്ക് വിധേയപ്പെടുത്താനും ഒക്കെ ആയിട്ട് അവരോരോ കാര്യങ്ങൾ പറയുന്നതാണ്. സത്യത്തിൽ എനിക്ക് അത്രയുള്ള പാണ്ഡിത്യമൊന്നും ഇല്ല. ഈ ആധുനികത എന്താണ്, ഉത്തരാധുനികത എന്താണ്, ഇതൊന്നും എനിക്ക് വലിയ പിടിയുള്ള കാര്യങ്ങളല്ല. എല്ലാവരും എനിക്ക് തോന്നുന്നത് ഈ എൻ്റെ ആദ്യ കഥാസമാഹാരം ചത്തവര സുവിശേഷം പുറത്തു വരുമ്പോൾ അയ്യപ്പ പണിക്കര് സാറാണ് ഇതാ മലയാള കഥയിൽ ആധുനികോത്തരത പിറവി കൊണ്ടുവന്നു. അതിനുശേഷം പിന്നീട് അതിനെ നമ്മുടെ പുതിയ എൻ്റെ തലമുറക്കാരൻ നിരൂപകനായിരുന്നു നമ്മുടെ ബാലേന്ദ്രൻ വടക്കേടത്താണ് ഈ ഉത്തരാധുനികത എന്ന് ഒന്ന് പരിഷ്കരിച്ച് പറഞ്ഞു. അതാണ് പിന്നെ എല്ലാവരും അങ്ങ് ഇടുന്നത്. പിന്നീട് ആ സത്സംഗ സുവിശേഷം പിന്നീട് DC ബുക്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന കാലത്തെല്ലാം അതിൻ്റെ കവർ പേജിൽ എഴുതിയതാണ് ഈ ഉത്തരാധുനികതയുടെ ഇടിമുഴക്കം കേൾപ്പിച്ച കഥാകാരൻ എന്നുള്ള ക്യാപ്ഷൻ. സത്യം പറഞ്ഞാൽ ആധുനികത എന്താണ് ഉത്തരാധുനികത എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അറിയാത്ത കാര്യങ്ങളെ ആധികാരികമായിട്ട് പറയാൻ എന്നെ നിർബന്ധിക്കരുത്. വ്യാഖ്യാനിക്കപ്പെട്ടതാണ്, അങ്ങനെ നമ്മൾ ബോധപൂർവം എഴുതുകയല്ല. പക്ഷെ അത് അല്ല. സത്യത്തിൽ സാറേ എനിക്ക് തോന്നിയത് ഞാൻ പറഞ്ഞല്ലോ, ചെറുപ്പത്തിൽ വളരെ പീഡനങ്ങൾ, എല്ലാവർക്കും ബാല്യ കൗമാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷപൂർണ്ണം, അവരുടെ ശൈശവം, വസന്തോത്സവം, ആ വസന്തകാലം എന്നൊക്കെ പറയില്ലേ. പക്ഷെ എനിക്ക് നേരെ മറിച്ചായിരുന്നു സാറേ. എനിക്ക് ഇപ്പോഴും ഒരു ഞെട്ടലാണ്. കാരണം പീഡനങ്ങളുടെ ഒരു എൻ്റെ ജീവിതം അങ്ങനെയായിരുന്നു. വളരെ വലിയ ക്രൈസിസിലൂടെ അവിടെ ഒറ്റപ്പെടൽ, അവഗണന, തമസ്കരണം, പാർശ്വവൽക്കരണം, ഇങ്ങനെയൊക്കെ ഞാൻ ചെറുപ്പം മുതലേ അനുഭവിക്കുന്നുണ്ട്. എനിക്ക് അവിടുന്ന് എല്ലാം ഒരു മോചനം തന്നത് എഴുത്തും വായനയായിരുന്നു ആദ്യം. ഈ ഓരോ കഥാപാത്രങ്ങൾ, അത് സത്യം പറഞ്ഞാൽ എൻ്റെ വായന ആദ്യകാലത്തൊന്നും അത്ര നല്ല വായന എന്ന് പറയാനൊന്നും പറ്റില്ല. ഈ നമുക്ക് തുറന്നു പറയാനാവാത്ത പ്രസിദ്ധീകരണങ്ങളും പുസ്തകങ്ങളും ഒക്കെ ഇവിടുന്ന് സംഘടിപ്പിച്ച് ബനിയനകത്ത് പോക്കറ്റ് ഇട്ടുകൊണ്ട് വന്ന് പാത്തിരുന്ന് വായിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പക്ഷെ അത് സീരിയസ് ആയ വായനയിലേക്ക് നയിക്കാൻ അതിന് സീരിയസ് ആയ എൻ്റെ വായനയിലേക്ക് കൊണ്ടുവന്ന ചില ഗുരുശ്രേഷ്ഠന്മാരാണ്. അതിലൊന്ന് എന്നെ പഠിപ്പിച്ച അധ്യാപകർ ഹൈസ്കൂൾ ക്ലാസ്സുകളിൽ. ഒന്ന് കുറിച്ചി അദ്വൈത വിദ്യാശ്രമത്തിൻ്റെ സ്ഥാപകനായിരുന്ന ശ്രീനാരായണ പ്രഥമ ശിഷ്യരിൽ ഒരാളായിരുന്ന തീർത്ഥസ്വാമികൾ, അദ്ദേഹമായിട്ടുള്ള എൻ്റെ ഒരു ബന്ധം. പിന്നീട് അത് കഴിഞ്ഞ് എൻ്റെ വായനയിൽ അവരെ വഴിതിരിച്ച് നല്ല വായനയിലേക്ക് വിടുകയും വായന എനിക്കൊരു വലിയ മോചനമാർഗമാവുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനും ചിലത് കുത്തിക്കുറിക്കാൻ തോന്നി. അത് സമയത്ത് ഇത് കഥയാണെന്നോ ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അന്ന് SB കോളേജിൽ പഠിച്ചും കൊണ്ടിരുന്ന ഡോക്ടർ, ഇന്ന് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡായി റിട്ടയർ ചെയ്ത ഡോക്ടർ പ്രൊഫസർ KV തോമസ്, അദ്ദേഹവും അദ്ദേഹത്തെ പോലുള്ള ചില സുഹൃത്തുക്കളുമാണ് ഞാനിത് എഴുതുന്ന കഥയാണെന്ന് എനിക്ക് പറഞ്ഞു തരുന്നത്.
ഇത് കഥയാണോ കവിതയാണോ എന്തോ എനിക്ക് ONV പറഞ്ഞ പോലെ തോന്നിയാക്ഷരങ്ങൾ കുറേ കുറിക്കുകയായിരുന്നു. അത്രേ ഞാൻ ചെയ്തിട്ടുള്ളൂ സത്യത്തിൽ. അത് പിന്നീട് വരുന്നു. വളരെ ചെറുപ്പത്തിൽ തന്നെ എഴുതിയ കഥകൾക്കൊക്കെ അംഗീകാരവും ഒക്കെ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കഥാകൃത്താണെന്നുള്ളൊരു തോന്നൽ എനിക്കും പോയി. അപ്പം സത്യത്തിൽ അന്ന് പലർക്കും ഇതെന്ത് കഥയാണ് എന്ന് ചോദിച്ച നിരൂപകരുണ്ട്. ഇത് വെറും ഭ്രമകൽപ്പനകളാണെന്നും ഒരു ഭ്രാന്തൻ്റെ കുറിപ്പുകളാണെന്നും ഒക്കെ പറഞ്ഞവരൊക്കെ ഉണ്ട്. അതൊന്നും എന്നെ ബാധിച്ചൊരു കാര്യമൊന്നുമല്ല. ഈ തകഴി ശിവശങ്കരപിള്ള ചീഫ് എഡിറ്ററായിരുന്ന ഒരു മാസികയിൽ നടത്തിയ കഥാമത്സരത്തിൽ 1ാം സമ്മാനം താങ്കൾ കിട്ടി എന്നുള്ളത് വളരെ വലിയൊരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ ബഷീർ തന്നെ താങ്കളെ കുറിച്ച് ഇതാ ഒരു കഥാകാരൻ പുതിയതായിട്ട് വന്നിരിക്കുന്നു എന്ന് പറഞ്ഞൊരു പരാമർശം നടത്തിയതും താങ്കൾക്ക് ഗുണകരമായി മാറിയെന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്. തീർച്ചയായിട്ടും അത് അത്തരം ഗുരുസാന്നിധ്യ മുതിർന്ന തലമുറയിലെ ആൾക്കാർക്ക് തന്ന ഒരു അനുഗ്രഹം എനിക്ക് തീർച്ചയായിട്ടും എൻ്റെ വലിയ ഒരു നേട്ടമായിട്ട് തന്നെ അതിലെ ഒരു വലിയ പ്രോത്സാഹനമായിരുന്നു. അത് തകഴിച്ചേട്ടൻ്റെ സംബന്ധിച്ചിടത്തോളം ഒരു മുത്തച്ഛൻ്റെ സ്ഥാനമാണ് പിന്നീട് എനിക്ക് ജീവിതത്തിൽ കിട്ടിയത്. അദ്ദേഹം ചീഫ് എഡിറ്ററായിരുന്ന ഒരു മാസിക, അക്കാലത്തെ ഒരു ചെറുകിട മാസികയായിരുന്നു, തകഴിയും തന്നെ പുറത്തിറങ്ങിക്കൊണ്ടിരുന്ന ഒരു മാസിക. അതിൻ്റെ പേര് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നില്ല. അതിൻ്റെ ഉടമസ്ഥനെ ഓർമ്മയുണ്ട്. അടിമന M. ഗോവിന്ദൻ നമ്പൂതിരിയായിരുന്നു അത് എഡിറ്റ് ചെയ്ത്. തകഴിച്ചേട്ടൻ ചീഫ് എഡിറ്ററായിരുന്നു. അവർ കവിത മത്സരം നടത്തിയപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പരസ്യം കണ്ടപ്പോൾ ഞാനൊരു കഥ അയച്ചു കൊടുത്തു. ഞാൻ പോലും പ്രതീക്ഷിച്ചില്ല അതിന് ഒട്ടേറെ കഥകൾ വന്നു, അതിൽ നിന്ന് ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന്. അങ്ങനെയാണ് തകഴിച്ചേട്ടനുമായിട്ട് ഉള്ള ഒരു പരിചയം, ബന്ധം വരുന്നത്. അത് പിന്നീട് അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു വീട് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുണ്ട്. അപ്പം അവിടെ വന്നാലും ഭക്ഷണമൊക്കെ എൻ്റെ വീട്ടിൽ നിന്ന് കഴിക്കുമായിരുന്നു. അങ്ങനെയുള്ള ഒരു വലിയ അടുപ്പം, ഒരു പിതൃപുത്ര ബന്ധം പോലെ. അത് അക്കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ഇന്നത്തെ പോലെയൊന്നും എഴുത്തച്ഛൻ ഈ പെരുന്തച്ഛൻ കോംപ്ലക്സ് ഇല്ലാത്ത ഒരു തലമുറയാണ്. അത് അങ്ങനെയായിരുന്നു. അത് തന്നെയാണ് വൈക്കം ബഷീർക്കയുടെ കാര്യത്തിലും സംഭവിച്ചത്. ഞാൻ ഞെട്ടിപ്പോയൊരു സംഭവമാണ് അത്. അത്രയും ചെറുപ്പകാലത്ത് അദ്ദേഹത്തിന്റെ, എനിക്ക് അന്ന് നേരിട്ട് പരിചയമൊന്നുമില്ല. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂയിലോ മറ്റോ ആണ് അത് പിന്നീട് പ്രൊഫസർ തുമ്പോൺ തോമസ് അച്ചടിച്ചിറക്കിയ പുസ്തകത്തിലാണ് അതൊക്കെ പിന്നീട് അറിയുന്നത്. അത് അപ്പോൾ അതിനകത്ത് അതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷെ അച്ചടിച്ചപ്പോൾ അത് രേഖാമൂലം വന്നിരിക്കുന്നത് ആ പുസ്തകത്തിലാണ്. ബഷീർക്കയുടെ പല ഇന്റർവ്യൂകളിലൊന്നായിരുന്നു. അന്ന് പുതിയ തലമുറയിൽ ശ്രദ്ധേയനായ ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എന്റെ പേര് പറഞ്ഞ് എന്നെ ചൂണ്ടിക്കാണിക്കുക, അതും വൈക്കം മുഹമ്മദ് ബഷീർ, ഞാനൊരു ഞെട്ടലായിട്ടാണ് അത് കണ്ടെത്തിയത്. അത് കഴിഞ്ഞ് ഈ ചത്തവന്റെ സുവിശേഷമൊക്കെ വന്നു. അപാരമായ ഒരു ശ്രദ്ധ സാഹിത്യരംഗത്ത് ആ പുസ്തകം ഉണ്ടാക്കി. വ്യാപകമായ ചർച്ചകൾ, വലിയ കുറച്ച് വിവാദങ്ങൾ ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ ഗ്രാഫ് കുറേ അങ്ങ് ഞാൻ പോലും അറിയാതെ ഉയരുകയാണ്. അപ്പോൾ പക്ഷെ അതുകൊണ്ടുണ്ടായ ഒരു ദോഷം എന്ന് പറയുന്നത് ഒരുപാട് ശത്രുക്കളുണ്ടായി, അസൂയാലുക്കളുണ്ടായി. അതാണ് അതിന്റെ സത്യം. അത് എനിക്കാണെങ്കിൽ ഈ ക്ലിക്ക്, ഗ്രൂപ്പ് ഇങ്ങനെയുള്ള അതൊന്നും ഉണ്ടാക്കാൻ അറിയത്തുമില്ല. അതിനുള്ള ശേഷിയും പ്രായമൊന്നും അന്നില്ല. അപ്പോഴത്തേക്ക് എന്നെ നേരിട്ട് അറിയാത്തവരാണ് പലരും വലിയ ഗ്രൂപ്പുകളായിട്ട് തിരിഞ്ഞ് എനിക്കെതിരെ. പക്ഷെ അത് അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ഞാൻ പക്ഷേ സാറേ അന്നും ഇന്നും രാജപാതകളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. ഞാൻ എപ്പോഴും സമൂഹത്തിലെ പുറംപോക്കുകൾ, ഇടവഴികളിലൂടെ അവിടെയായിരുന്നു മനുഷ്യന്റെ പച്ചജീവിതം ഞാൻ കണ്ടെത്തുന്നത്. അതുവഴിയായിരുന്നു എൻ്റെ സഞ്ചാരം. പിന്നെ ഒപ്പം
അത് ജീവിതത്തെ അങ്ങനെ നോക്കിക്കാണുമ്പോൾ പോലും ഇതിനെ വിടാതെ പിന്തുടരുന്ന മറ്റൊരു ചോദ്യമുണ്ട്. അതും ജീവിതത്തിൽ അതൊരു വേറൊരു തലമാണ്. എന്താണ് ഈ ജീവിതം? എന്തിനു വേണ്ടിയാണ് ഈ ജീവിതം? ആർക്ക് വേണ്ടിയാണ്? എന്താണ് ഇതിന്റെ അർത്ഥം? വാട്ട് ഈസ് ലൈഫ് എന്നുള്ള ഒരു ചോദ്യം എന്നും അലട്ടിയിട്ടുണ്ട്. അതിന്റെ ഒരു ഉത്തരം തേടലാണ് കുരുതി എന്ന് പറയുന്നത്. ആകൃതി ഭാഷാ ഭൂഷണിയിലാണ് അത് വന്നത്. അത് അന്ന് മുതൽ ഇന്ന് വരെ അത് DC പുസ്തകമാക്കുന്ന സമയത്ത് ആകൃതിയെ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്ന സാക്ഷാൽ G. അരവിന്ദൻ, ഫിലിം ഡയറക്ടർ, അദ്ദേഹമാണ് അതിന്റെ കവറൊക്കെ വരച്ചത്. അതങ്ങനെ വന്ന് കുറെ നാൾ കഴിയുമ്പോഴാണ് പിന്നെ അതിന് മറുപുറമായിട്ട് ചാവേറുകളുടെ പാട്ട്. വാട്ട് ഈസ് ലൈഫ് എന്ന ഒരു ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അതിനെ തുടർന്ന് കുരുതി എഴുതിയെങ്കിൽ ഈ ജീവിതത്തിനകത്തെ സാധാരണ ജീവിതത്തിലെ ഉച്ചനീചത്വങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഒരിക്കലും രാജപാതയിലൂടെ ഇപ്പോഴും സാറിന് അറിയാമല്ലോ, ഞാൻ ഈ വലിയ സാഹിത്യ മേളകളിലോ ഉത്സവങ്ങളിലോ ഞാൻ പോകാറില്ല. എനിക്ക് ആൾക്കൂട്ടത്തെ ഭയമാണ്. ഞാൻ പോവില്ല. ആരൊക്കെ പല സ്ഥാപനങ്ങളും വലിയ വലിയ മേളകൾ നടത്തും, ഞാൻ പങ്കെടുക്കാറില്ല. ഞാൻ അവിടെ ഒന്നും പോവുകയില്ല. ഒരിക്കല് ഒരു സുഹൃത്തിനോട് ചോദിച്ചു എന്തുകൊണ്ട്, ഒരു പത്രപ്രവർത്തകനാണ്. അപ്പൊ ഞാൻ അപ്പം തമാശയോടെ കലർത്തി പറഞ്ഞത്, ഞാൻ ഒരു മൃഗമല്ല, ഈ ഗജമേളകളില് പങ്കെടുക്കാൻ ഞാനൊരു ആനയൊന്നും അല്ലല്ലോ. രണ്ടാമത്തെ കാര്യം, അഥവാ ഇങ്ങനെ പങ്കെടുത്താൽ തന്നെയും മറ്റുള്ള ദേവന്മാരുടെ തിടമ്പേറ്റ എനിക്കത് താല്പര്യമില്ലാത്ത കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ അങ്ങനെ അത് ഞാൻ നിലപാട് തറയുണ്ട്. ഒരു എനിക്കത് അല്ല, ഞാൻ എന്റേതായ ഒരു വഴി ഒരു നിലപാട് തറയില്ല. ഞാൻ പേരെടുക്കാനോ അംഗീകാരങ്ങൾ വാരിക്കൂട്ടാനോ ബഹുമതികൾ ഉണ്ടാക്കാനോ ഒന്നും അല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഞാൻ എഴുതുന്നത് എന്താണ്, ഞാൻ ജീവിതത്തിൽ പിടിച്ചു നിൽക്കുന്നത് ഇതുകൊണ്ടായിരുന്നു. ഈ എഴുത്തും വായനയിൽ ആത്മഹത്യ എന്നുള്ള എൻ്റെ മോചനമാർഗം സത്യത്തിൽ ഇത് തന്നെയാണ്. തീർച്ചയായിട്ടും ഏകാന്തതകളെ മാറ്റാനും ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടിയുള്ള എഴുത്തായിരുന്നു. തീർച്ചയായിട്ടും ഇപ്പോഴും അത് തന്നെയാണ്. കാരണം ഇപ്പോഴും എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു സന്തോഷപൂർണമായ ജീവിതം എന്നും പറയും, കുടുംബജീവിതത്തെ ഉദ്ദേശമല്ലേ. മനസ്സിലായി. കുടുംബജീവിതത്തിൽ ഞാൻ സമ്പൂർണ്ണ തൃപ്തനാണ്, അത് മറ്റൊരു കാര്യം. അതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷെ വ്യക്തി എന്ന നിലയിൽ, എഴുത്തുകാരൻ എന്ന നിലയിൽ വേറെ ഒരുപാട് പ്രശ്നങ്ങൾ എന്നെ അലട്ടുന്നുണ്ട്. അതാണ് നേരത്തെ ഒരാൾ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നല്ലോ, ക്രിസ്മസ് ഡിസംബർ 25 ജനിച്ച താങ്കൾക്ക് ക്രിസ്തുവിന്റെ ഒരു മുഖഛായ ഉണ്ട് എന്ന് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ പറഞ്ഞിരുന്നത്, അതുകൊണ്ട് തന്നെ ഒരുപാട് കുരിശേറ്റങ്ങൾ താങ്കൾക്ക് വേണ്ടി വന്നിരുന്നു പറയുന്നുണ്ടായിരുന്നത്. ജനിച്ച കാലം മുതലേ അത് ഞാനിപ്പോ അത് വിശദീകരിക്കാൻ പോയാല് കുടുംബ ബന്ധുക്കൾ മുതല് എനിക്ക് ശത്രുക്കളാവും ഉള്ള യാഥാർത്ഥ്യങ്ങളൊക്കെ പറഞ്ഞാല്. ഏതായാലും ഒരുപാട് കുരിശേറ്റങ്ങൾ അനുഭവിക്കപ്പെട്ടു എന്നുള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് പീഡനങ്ങൾ. ഞാൻ പറയുന്നത് ആത്മഹത്യയുടെ വക്കിൽ വരെ, ആത്മഹത്യക്ക് ശ്രമിച്ച കാര്യവും ഒരുപക്ഷെ സാറിനറിയാം. ഞാൻ കോട്ടയത്ത് മെഡിക്കൽ സെന്റർ ഹോസ്പിറ്റലിൽ കിടന്നതും അബോധാവസ്ഥയിൽ കിടന്നതും, അന്ന് അബോധാവസ്ഥയിലാണെങ്കിൽ ഉള്ളിൽ ഞാൻ ബോധവാനായിരുന്നു. ഇതിനകത്ത് വേറൊരു കാര്യം വെച്ചാൽ താങ്കൾ കുറച്ചു കാലം ഈ KSEB ഉദ്യോഗസ്ഥനായിരുന്നു. തീർച്ചയായിട്ടും. അതിന്റെ പറ്റൊന്ന് പറയാം. അത് എത്ര ഉദ്യോഗസ്ഥൻ എന്നും പറയാനും മാത്രം ഇല്ല. അത് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് അച്യുതമേനോൻ അന്ന് മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന്റെ ഒരു അനുഗ്രഹം അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടോ അല്ല, അടിയന്തരാവസ്ഥ സമയത്ത് അതിന്റെ മുമ്പായിരുന്നു 71 ആ സമയത്ത് 70കളിൽ എപ്പോഴാണ്, ഞാൻ വളരെ ചെറുപ്പമാണ്, അന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പോലും പൂർത്തിയാക്കിയിട്ടില്ല എന്ന് ആലോചിക്കണം. അന്ന് എനിക്കൊരു പണി ഒപ്പിച്ച് തരാം. ഇത് ഈ പള്ളിക്കൂടത്തിൽ നിന്നും പോകാതെ ഉഴപ്പി കിടന്ന് മിക്കപ്പോഴും ലൈബ്രറിയിലായിരിക്കും. പക്ഷെ ഈ എഴുത്തും ഇതുമായിട്ട് നടക്കുകയാണ്, പഠന കാര്യങ്ങളൊന്നും ശ്രദ്ധ. അന്ന് തകഴിച്ചേട്ടനും പാറപ്പുറവും കൂടെ വിളിച്ചുകൊണ്ടാണ് അച്യുതമേനോന്റെ അടുത്ത് പോയത്. തകഴിച്ചേട്ടൻ
പിന്നീട് അതേപ്പറ്റി എഴുതുകയോ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ കൊച്ചിനൊരു പണി കൊടുക്കണം. ഈ അച്യുതമേനോൻ ചിരിച്ചു കണ്ടത് അന്നാണെന്ന്, പൊട്ടിച്ചിരിച്ചത്. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞങ്ങൾ കൊണ്ടുപോയി കഴിഞ്ഞ് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ പിതാവ് ഇലക്ട്രിസിറ്റി ബോർഡിൽ അന്ന് അന്നത്തെ കാലത്തെ സബ് എഞ്ചിനീയറായിരുന്നു. അപ്പോൾ അദ്ദേഹം അകാലത്തിൽ മരിച്ച ആ ഒരു കെയർ ഓഫിൽ എനിക്ക് ജോലി കിട്ടും. അങ്ങനെ ഒരു നിയമം അന്ന് ഉണ്ടാക്കിയിട്ടില്ല, സത്യത്തിൽ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ യജമാനോന് വളരെ എന്നെ ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് അപ്പോഴത്തേക്ക് 2 കാലുള്ള കുട്ടി കഥ വളരെ പ്രസിദ്ധമായി പുറത്തു വന്നായിരുന്നു. അതും അച്യുതമേനോന്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കഥയായിരുന്നു. അദ്ദേഹത്തിന് ഇത് പറഞ്ഞ ഉടനെ ഇതെല്ലാം പറഞ്ഞു വളരെ ഗൗരവത്തിലുണ്ട്. 10ാം ക്ലാസ് പോലും പാസ്സാകാത്ത നിനക്ക് ഞാൻ കോട്ടയത്ത് കലക്ടർ ഉദ്യോഗം തരാം അവിടെ. ഞാൻ വളരെ നിർമ്മമനായിട്ട് വളരെ നിഷ്കളങ്കനായിട്ട് ഞാൻ അത് ആ പണി തന്നാലും ഞാൻ ചെയ്തോളാമെന്നാണ്. അച്യുതമേനോൻ ഉറക്കെ ചിരിച്ചുപോയി. ഞാൻ അത്ര നിഷ്കളങ്കമായിട്ട് പറയാം, അത് കിട്ടിയാലും ഞാൻ ചെയ്യാമെന്ന്. അതാണ് തകഴിച്ചേട്ടൻ പിന്നീട് പറഞ്ഞത്, അച്യുതമേനോൻ പൊട്ടിച്ചിരിച്ച് കണ്ടത് സന്ദർഭം അതായിരുന്നു. എന്തായാലും അദ്ദേഹം വേണ്ടപ്പെട്ടവരെയൊക്കെ വിളിക്കുകയും എനിക്കന്നൊരു ക്ലാസ് 4 ജോലിയാണ് തരുന്നത്. അത് അതിനുള്ള യോഗ്യതയേ ഉള്ളൂ. ആ സമയത്ത് അദ്ദേഹം അതിൻ്റെ ഔദ്യോഗിക നേതൃത്വത്തോട് പറഞ്ഞു, ഇവനെ പഠിക്കാനുള്ള അവസരം കൊടുക്കാൻ വേണ്ടിയാണ്, അവനെ കൊണ്ട് ജോലി ചെയ്യിക്കുകയല്ല, നിങ്ങൾ പഠിപ്പിക്കണം. പക്ഷെ അന്ന് ഇന്നത്തെ പോലും ഒന്നല്ല. ഇലക്ട്രിസിറ്റി ബോർഡിൽ കേരള വിദ്യുത് എന്നും പറഞ്ഞൊരു ഹൗസ് ജേണലുണ്ട്. നമ്മുടെ നീല പത്മനാഭൻ അതിൻ്റെ എഡിറ്ററായിരുന്നു. അപ്പം അവരുടെ അതിനകത്തൊക്കെ ഞാൻ എഴുതാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അവരുടെ എല്ലാം പ്രീതി കിട്ടി. എന്നെ ഉപദ്രവിച്ച അസൂയാലുക്കളായ സഹജീവികൾ, സഹപ്രവർത്തകർ ഒരുപാടുണ്ടായിരുന്നെങ്കിലും ഉന്നത ഉദ്യോഗസ്ഥർ ഒരുപാട് പേരെന്നെ പ്രോത്സാഹിപ്പിക്കുകയും സഹായിക്കുകയും ചെയ്യും. അവിടെ ഇരുന്നു കൊണ്ട് പ്രൈവറ്റായിട്ട് പഠിക്കാനുള്ള ഇതൊക്കെ ഉണ്ടായി. പക്ഷെ ഞാൻ പ്രൈവറ്റായിട്ട് പഠിച്ചുണ്ടാക്കിയ സർട്ടിഫിക്കറ്റുകളൊന്നും ജീവിതത്തിൽ എനിക്കൊരിക്കലും പ്രയോജനപ്പെട്ടിട്ടില്ല. കുറേ വർഷങ്ങളിരുന്നു. പിന്നെ അവിടുന്ന് ഒടുവിൽ അത് ഒരിടത്തും അങ്ങോട്ടും പൊരുത്തപ്പെടാത്ത, അതെ, അങ്ങനെ വന്നു. പിന്നെ പത്രപ്രവർത്തകനായി, ഫ്രീലാൻസ് ജേർണലിസ്റ്റായി, ഫ്രീലാൻസ് അതൊക്കെ ചെയ്ത് ഇങ്ങനെ നടന്നു. പിന്നെ എഴുത്ത് ഒരു വല്ലാത്ത ഭ്രാന്ത് പോലെയായി. അക്കാലത്തൊരു തരം എന്താ പറയുന്നത്, ഈ ഒരു ഒരു വിഭ്രാന്തി എന്നും ഒരു വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ അതിൻ്റെ ഒരു ലഹരിയിൽ ഇങ്ങനെ നടക്കുമായിരുന്നു. പിന്നെ ഒട്ടേറെ ലിറ്റിൽ മാഗസിനുകളിൽ പങ്കാളിയായിരുന്നു. അത് സംക്രമണം മുതൽ അങ്ങ് വടക്ക് തിരുവനന്തപുരം സംക്രമണം, തൃശ്ശൂര് രസന, ഇങ്ങനെ കേരളത്തിൽ ഉടനീളമുള്ള ലിറ്റിൽ മാഗസിനുകൾ എൻ്റെ ഒരു തട്ടകമായിരുന്നു. അത് കഴിഞ്ഞ് മുഖ്യധാരയിലേക്ക് വരുന്ന കലാകൗമുദിയിലൂടെയൊക്കെയാണ്. അത് പിന്നീടാണ്. ആദ്യകാലത്ത്, അന്നത്തെ കാലത്തെ ഭാവുകത്വ മാറ്റത്തിന് എല്ലാ നിമിത്തമാകുന്ന ലിറ്റിൽ മാഗസിന് 10-500 കോപ്പി മാത്രമായി അത് അയ്യപ്പ പണിക്കർ മുതൽ കടമ്പനിട്ട വരെയും സർവ മുഖ്യ എഴുത്തുകാരും അന്ന്. മണമ്പൂർ രാജൻ ബാബു ഒക്കെ വേറൊരു, അത് ഒരു ലിറ്റിൽ മാഗസിൻ. അതിനെ അന്ന് ഞാൻ വളരെ സീരിയസ് ആയിട്ടൊരു ഇതൊന്നല്ല കാണും. ശരിയാണ്, ചെറിയ ഒരു മാസിയാണ്. പക്ഷേ ഈ ബുദ്ധിജീവികൾ കൊണ്ടു നടക്കുന്ന പ്രസിദ്ധീകരണം എന്ന് പറയുന്നത് ഈ രസന, സംക്രമണം, ഉക്ഷിത, പിന്നെ ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ, പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ. അത് ലിറ്റിൽ മാഗസിൻ ആണെങ്കിൽ വളരെ വലിയൊരു പ്രസിദ്ധീകരണത്തിൻ്റെ കെട്ടും മട്ടുമൊക്കെ ആയിട്ട് ഇന്നത്തെ നമ്മുടെ കിംസ് ഹോസ്പിറ്റലിൻ്റെയും വലിയ ടൂർ കമ്പനിയുടെയൊക്കെ ഉടമസ്ഥനായ എം നജീബ്, എൻ്റെ ബാല്യകാല ചങ്ങാതി നജീബ് ഇറക്കിയ ബോധി എന്ന് പറഞ്ഞൊരു അതിമനോഹരമായ പ്രസിദ്ധീകരണം 5-6 ഇറങ്ങിയുള്ളത്. നരേന്ദ്രപ്രസാദ്, നമ്മുടെ അയ്യപ്പൻ,
അയ്യപ്പൻ അതിനകത്ത് പ്രൂഫ് റീഡറായിരുന്നു. തിരുവനന്തപുരത്തെ നമ്മുടെ നന്ദാവൻ ബാറിലായിരുന്നു പ്രൂഫ് റീഡിംഗ് ഒക്കെ. ഇപ്പോഴും ഓർക്കുന്നുണ്ട്, പി എൻ പണിക്കർ സാറാണ് എനിക്ക് കുഴിമറ്റം ബാബു എന്ന് പേരിട്ടത്. ഓ ശരി. ഈ കുഴിമറ്റം, ഞാൻ ചിങ്ങവനാസത്തിൽ എൻ്റെ വീടിരിക്കുന്നത് കുഴിമറ്റത്താണ്. ഈ ലൈബ്രറി ഉണ്ടായിരുന്നതുകൊണ്ട് അവിടെ അതുകൊണ്ട് ബന്ധപ്പെട്ട് ആ ലൈബ്രറി അക്കാലത്ത് ഒരു ഉന്നത ലൈബ്രറി ആയിരുന്നു. അതിനെ വളർത്തി ഈ പി എം പണിക്കരുടെ സാന്നിധ്യം അതിന് വലിയ, അക്കാലത്ത് ആ ലൈബ്രറിയുടെ പേരിൽ എന്നെ പലയിടത്തും കൊണ്ടുപോയ ചെറുപ്പത്തിലെ കൊച്ചുകുട്ടി ആയിട്ട് ഇങ്ങനെ കയ്യെ പിടിച്ച് കൊണ്ടുപോകായിരുന്നു പണിക്കർ സാറേ. അദ്ദേഹം ഇട്ട പേരാണ് കുഴിമറ്റം ബാവൻ. അത് കഴിഞ്ഞ് ഈ ബോധിയുടെ കാലത്ത് അയ്യപ്പ പണിക്കരും അയ്യപ്പ പണിക്കർ സാറല്ല, അയ്യപ്പനും നരേന്ദ്രപ്രസാദ് സാറും കൂടിയാണ് ഈ കുഴിമറ്റം ബാബുവിനെ ബാബു കുഴിമറ്റം ആക്കി തിരിച്ചത്. അപ്പോൾ താങ്കൾ ഈ വൈക്കം ചന്ദ്രശേഖരനോട് നല്ല അടുത്ത ആത്മബന്ധം ഉണ്ടായിരുന്നു അല്ലേ? അതാണ് എൻ്റെ ഒരു പ്രശ്നം. എൻ്റെ ഭാര്യയും അമ്മയും ഒക്കെ കളിയാക്കുമായിരുന്നു. ഈ കിളവന്മാരുമായിട്ടാണ് കൂട്ട് ഇവന്. ചെറുപ്പക്കാർ ശരിയാകട്ടോ. അത് എനിക്ക് അന്നത്തെ ചെറുപ്പക്കാരെന്ന് പറഞ്ഞാൽ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, വി ജി തമ്പി, കെ വി തോമസ്, ശങ്കരൻ നമ്പൂതിരി, പിന്നെ ജോസി തോമസ്, ഇങ്ങനെയൊക്കെ ഒരു 4-5 പേര്. ബാക്കി മുഴുവൻ ഇതേപോലുള്ള വലിയ, അവർ തരുന്ന വാത്സല്യവും തകഴി, ബഷീർ, ചന്ദ്രശേഖരൻ, കാക്കനാടന്, പിന്നെ ഒടുവിൽ ഒ വി വിജയൻ. വിജയൻ എൻ്റെ വീട്ടിൽ പലതവണ വരികയും ഇവിടെ അത് വന്നതിൻ്റെ കാരണം ഇവിടെ അടുത്തൊരു അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്ക് വന്നതാണ്. ഡോക്ടർ തോമസ് എന്ന് പറഞ്ഞ എൻ്റെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവും കൂടെ ആയിരുന്നു അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തത്. ഈ പുതിയ തരം ചില ചൈനീസ് അങ്ങനെയൊക്കെയുള്ള ചില അക്യുപഞ്ചർ, ഫെങ്ഷു, അങ്ങനെ ഏതാണ്ട് ചില ഇതൊക്കെ ഉണ്ടല്ലോ. അത് ഇപ്പോൾ രാവിലെ എൻ്റെ അങ്ങനെ വന്ന ഒരു കാലത്താണ് പുള്ളി അതിഗംഭീരമായ ഒരു അവതാരിക മഹദിയാം ബാബിലോൺ എഴുതി തന്നൊക്കെ. അതിനു മുമ്പ് ഞാൻ വീക്കെൻഡേയും ഒക്കെ കൂടെ ചാണക്യപുരിയിലെ വീട്ടിൽ പോയിട്ടുണ്ട്, ഡൽഹിയിൽ ഉള്ള ഒരു സമയത്ത്. നമുക്ക് വൈക്കത്തിലേക്ക് വരാം. വൈക്കം ചേട്ടന് അദ്ദേഹത്തിൻ്റെ ഒരു മോള് യൂണിവേഴ്സിറ്റിയിലുണ്ടായിരുന്നില്ല, നമ്മുടെ പ്രിയ ഗാന്ധി വത്സല യൂണിവേഴ്സിറ്റി വർക്ക് ചെയ്യുന്ന വത്സലയാണ്. ഭാര്യയും ഭർത്താവും അവിടെ ആയിരുന്നു. അത് അരിയേട്ടന് ഓർമ്മയില്ലേ? വത്സല മാത്രമേ ഉള്ളൂ? ഇല്ല, ഇപ്പോഴും ഉണ്ട് വത്സല, ഇപ്പോഴും യൂണിവേഴ്സിറ്റിയിലുണ്ട്. വിദേശത്താണ്, പ്രവാസിയാണ്, താമസമായിരുന്നു. അത് പ്രിയയാണ്. പ്രിയ കാലടി കാലടി യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് അതിനെപ്പറ്റി വലിയ, ആ വീട്ടില് പോകാനായിട്ട് വന്നാല് താമസിച്ചിരുന്നത് കിടക്കുന്നത് എൻ്റെ വീട്ടിലായിരിക്കും ആഴ്ചകളോളം. വക്കൻ ചേട്ടനും ഭാര്യ, അതൊക്കെ ഹരിച്ചേട്ടനും അറിയാം. വക്കത്തിന്റെ പേരിൽ ഒരു മുറി തന്നെ ഇവിടെ, വക്കത്തിന്റെ പേര് തന്നെയല്ല കാക്കനാടന്മാരുടെ മുറി. എന്റെ അക്ഷരം വിട്ട് ഇപ്പോഴത്തെ അക്ഷരം ചോദിക്കാം. അവിടെ കാക്കനാടന്മാരുടെ പേരിൽ മുറിയുണ്ട്. മറ്റേ ഈ വൈക്കോട്ട് ഇത്ര അടുപ്പം വരാൻ കാര്യം എന്താണ് ഞാൻ ചോദിക്കുകയായിരുന്നു. ഏതൊരു ഘട്ടത്തിലാണ് അങ്ങനെ അദ്ദേഹം കാക്കനാടൻ വഴിയുള്ള ഒരു ബന്ധം? രണ്ട് ബേവിച്ചായന്മാരാണ്. വക്കത്തെ നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ആ ഒരു ബന്ധം പിന്നെ ഈ പറഞ്ഞില്ലേ, ചെറുപ്പത്തിൽ എൻ്റെ കഥകളൊക്കെ കിട്ടിയൊരു വല്ലാത്ത അംഗീകാരമുണ്ട്. അതിൽ ഇവരെല്ലാം ശ്രദ്ധിക്കുകയും എന്നെ ഒരു പ്രത്യേക രീതിയിൽ കാണുകയും പ്രോത്സാഹിപ്പിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ എനിക്ക് ഇതുപോലുള്ള മുതിർന്ന തലമുറയിൽപ്പെട്ടവരായിരുന്നു കൂടുതൽ. വിശാല ഹൃദയനായിരുന്നു. എൻ്റെ ഒരുപാട് പ്രാവശ്യം ബാബുവിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അന്ന് നമ്മൾ തമ്മിൽ പരിചയമില്ല, പക്ഷേ ഞാൻ താങ്കളെ പരിചയപ്പെടാൻ ആഗ്രഹിച്ചത് തന്നെ വൈക്കത്തിൻ്റെ ഒരു ഗുണം, വൈക്കം എന്നോട് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. വൈക്കത്തിൻ്റെ ഒരു ഗുണം എന്തായിരുന്നു? എന്നെ ഒരു പയ്യനായിട്ടല്ല കാണുന്നത്. അതെ, ഒരു സമപ്രായക്കാരൻ എന്നെ അങ്ങനെ. ഞാൻ ഈ ചുരുക്കം പറഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഒന്നിച്ചിരുന്ന ഡ്രിങ്ക്സ് വരെ കഴിച്ചിട്ടുണ്ട്. അത് കാരണം എന്നെ ഒരു അല്ലെങ്കിൽ അങ്ങനെയാണ് പുള്ളി കരുതി. ഞാനും വയ്ക്കുന്ന 30 വയസ്സിന് വ്യത്യാസമുണ്ട്. അതൊന്നും പുള്ളിക്കൊരു വിഷയമല്ല. കാരണം പുള്ളി ചെറുപ്പക്കാരനാവുന്നു, നമ്മൾ പുള്ളിയെ പോലെ ഇങ്ങനെയൊക്കെയുള്ള നമ്മളോടങ്ങനെ ഇഴുകിച്ചേരാൻ പുള്ളിക്ക്. പിന്നെ അതിനു മുമ്പ് ഞാൻ ആകർഷിച്ചത് അടുപ്പമൊക്കെ താങ്കളുടെ
ഈ സാഹിത്യ ജീവിതത്തിലും മറ്റു ആൾക്കാരുമായിട്ട് ഇടപെടുന്നതിൽ ഒരു മാതൃക ആയിട്ട് മാറിയിട്ടില്ല വൈക്കം. തീർച്ചയായിട്ടും എനിക്കായിട്ടുണ്ട്. തീർച്ചയായിട്ടും. കാരണം ഞാൻ ആദ്യം വൈക്കത്തെ കാണുന്നത് ചില ക്യാമ്പുകളിൽ പ്രസംഗ വേദികളിൽ അയ്യോ എന്ത് മനോഹരമായിട്ട് ഒരു നോവൽ വായിക്കുന്ന എന്ത് രസകരമായ വളരെ ഗഹനമായ കാര്യങ്ങൾ പോലും നല്ല. പക്ഷെ വേറൊരു കാര്യം, മലയാളത്തിലെ ഏറ്റവും വലിയ പ്രതിഭകളുള്ള ഒരാളായിരുന്ന വൈക്കത്തിന് ഇന്ന് ഉചിതമായ ഒരു സ്മാരകമോ നന്ദി കെട്ട മലയാളം. തീർച്ചയായിട്ടും. കാരണം അദ്ദേഹം ഗ്രൂപ്പിന്റെയും ക്ലിക്കിന്റെയും ജാതിയുടെയും മതത്തിന്റെ ഒന്നും വക്താവല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. വൈക്കത്തെ പോലുള്ള ഒരു മഹാപ്രതിഭയ്ക്ക് അർഹമായത് എന്തെങ്കിലും ഇന്നും മലയാളം കൊടുത്തിട്ടുണ്ടോ? ഇല്ല. അല്ല, വൈക്കം ഈ തകഴിയെ പോലുള്ളവരുടെ കൂടെ നിൽക്കുകയും അതേസമയം പുതിയ എഴുത്തുകാരുടെ കൂടെ ഇടപെടുകയും ചെയ്യുന്ന ഒരു വൈക്കത്തിൽ എനിക്കറിയാം. കാരണം അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് വൈക്കം എന്ന് പറയുന്നത് എല്ലാ തലമുറയുമായി ബന്ധപ്പെട്ട് പോകുന്ന ഒരാളാണ്. ക്ലിക്കുകളിൽ ഈ പറഞ്ഞ വളരെ ശരിയായ ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ ആകാൻ ബാബു കുഴിമറ്റം ശ്രമിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം താങ്കളും ഏതാണ്ട് അതുപോലെയാണ്. അവരൊക്കെ എൻ്റെ മാതൃകയല്ലേ. തീർച്ചയായിട്ടും. അവര് വൈക്കത്ത് എന്ന് പറയുമ്പോൾ എത്ര മികച്ചൊരു പത്രപ്രവർത്തകനായി. എത്ര പത്രങ്ങളാണ്. തീർച്ചയായിട്ടും. അതിലൂടെയൊക്കെ പുള്ളി എത്ര ചെറുപ്പക്കാരാണ്. ഒടുവിൽ ഞങ്ങൾ തമ്മിൽ ഞാൻ നിരന്തരം പോകുന്നതുണ്ടായിരുന്നു. ഇവിടുന്ന് ചിലപ്പോൾ വണ്ടിക്കൂലിയൊക്കെ പുള്ളി ഉണ്ടാക്കി തരേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഞാൻ കോട്ടയത്തു നിന്ന് കൊച്ചി കാൽവത്തി റോഡ് അവിടെയായിരുന്നു ചിത്രകാർത്തികയുടെ ഓഫീസ്. പുള്ളിയായിരുന്നു ചീഫ് എഡിറ്റർ. വേറെ 1-2 പേരും കൂടി അവിടെ ഉള്ളൂ. നമ്മുടെ ചെമ്മീൻ എക്സ്പോർട്ടർ ആയിരുന്ന ബാബുച്ചാനായിരുന്നു. മറ്റേ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ സെക്രട്ടറി ആയിരുന്ന ഒരു ജോസഫ് അലക്സാണ്ടർ, അദ്ദേഹത്തിന്റെ ബ്രദറായിരുന്നു ഈ ചെമ്മീൻ എക്സ്പോർട്ടർ ബാബുച്ചാൻ. അദ്ദേഹം വൈക്കം അദ്ദേഹത്തിന്റെ വലിയ പ്രിയങ്കരനായിരുന്നു. ഒരു കാറും ഒക്കെ മേടിച്ചു. വലിയ രസമാണ് വൈക്കത്തെ പറ്റി ഒരുപാട് എഴുതാനും പറയാനും എനിക്ക് ഒരുപാടുണ്ട്. ഭയങ്കര രസമാണ്. വേറെ കാര്യം ചോദിക്കുന്നത്, വളരെ തീക്ഷ്ണശാലിയായിരുന്ന എം ഗോവിന്ദനുമായിട്ടുള്ള എന്തെങ്കിലും അനുഭവങ്ങളുണ്ട്? തീർച്ചയായിട്ടും. അതൊക്കെയാണ് എൻ്റെ ഗോവിന്ദനും ഇവിടെ എൻ്റെ ഈ അത് അദ്ദേഹം ചെന്നൈ അല്ലായിരുന്നു അല്ലേ? ഗോവിന്ദന്റെ കവിതകൾ ചെറുപ്പക്കാരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. ഈ ചത്തുവന്റെ സുവിശേഷം എഴുതിയ കാലം മുതൽ ഗോവിന്ദൻ എന്നെ ഇഷ്ടമായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ നേരിട്ട് കാണുന്നത് അനന്തമൂർത്തിയുടെ കാലത്ത് ഗാന്ധി യൂണിവേഴ്സിറ്റി ഒരു 10-15 ദിവസം നീണ്ടുന്നൊരു ക്യാമ്പ് നടത്തി. അന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാ എഴുത്തുകാരും അവിടെ വരുമായിരുന്നു. അലേന്ദ്രൻ ചുള്ളിക്കാട് ഞാനും അവിടെ നിരീക്ഷകരായിരുന്നു. അതിനുള്ള ഇതേ ഉള്ളായിരുന്നു. അപ്പോൾ അവിടെ ഈ ഗോവിന്ദൻ വന്ന സമയത്ത് നരേന്ദ്രപ്രസാദ്, ഡി വിനയേന്ദ്രൻ ഒക്കെ ഈ എം ഗോവിന്ദനൊക്കെ ആയിട്ട് എൻ്റെ വീട് കാണണമെന്ന്, ഗോവിന്ദ മാഷ് കാണണമെന്ന് പറഞ്ഞ് കുഴിമറ്റത്തെ വീട്ടിൽ വന്നു. എൻ്റെ പടമൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാവും. അത് അദ്ദേഹത്തോടുള്ള ഒരു അടുപ്പത്തിലാണ് ഞാൻ കോട്ടയത്തു നിന്ന് എൻ്റെ 2 സുഹൃത്തുക്കളോടൊപ്പം ചേർന്ന് പിറവി എന്നും പറഞ്ഞൊരു ലിറ്റിൽ മാഗസിൻ ഇറക്കി. പിറവി, ആ പേര് തന്നെ വന്നത് പിറവി എന്ന് പറഞ്ഞൊരു കവിത ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ആ പേരിന് പ്രസക്തിയില്ലാതെ നിർത്തിക്കളഞ്ഞത് ഷാജിയൻ കരുവിൻ്റെ പിറവി എന്ന് പറയുന്ന സിനിമ വന്നപ്പോഴത്തേക്ക് അത് പ്രശ്നമായി. പിന്നെ ഞങ്ങൾ അത് ഇട്ടുതല്ലി. അന്നാണ് ലിറ്റിൽ മാഗസിൻ്റെ ആചാര്യനായിരുന്നു എം ഗോവിന്ദൻ. അദ്ദേഹം പറഞ്ഞ അക്കാലത്തെ കണക്കച്ച് അദ്ദേഹം പറഞ്ഞത് 500 കോപ്പിയിൽ കൂടുതൽ ഒരു ലിറ്റിൽ മാഗസിനും അടിക്കാൻ പാടില്ല. അതിനപ്പുറം വളർന്നാൽ പിന്നെ അത് അധികം വൈകാതെ നിർത്തണം, തളർന്നു പോകും. അല്ല, നിർത്തണം എന്ന് തന്നെ പറഞ്ഞു. ഒരു ലിറ്റിൽ മാഗസിനെ പറ്റി അങ്ങനെ ഒരുപാട്, അതാണ് എൻ്റെ ലിറ്റിൽ മാഗസിൻ സങ്കല്പം. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ 1-2 കാര്യം ഇത് ലിറ്റിൽ മാഗസിനുകളെ പറഞ്ഞപ്പോൾ അത് ചെറുതായതുകൊണ്ട് എല്ലാം ലിറ്റിൽ മാഗസിൻ ആകില്ല. ദാറ്റ് ഈസ് എ കൾച്ചർ. അതൊരു സംസ്കാരമാണ്. ഈ ആധുനികത, അത്യന്താധുനികത എന്നൊക്കെ പറയുന്നത് ഒരു സംസ്കാരമാണ്, ഒരു കാഴ്ചപ്പാടാണെന്നൊക്കെ പറയില്ലേ. ഒരു മാനസികാവസ്ഥയാണെന്ന് പറയുന്ന പോലെ ലിറ്റിൽ മാഗസിൻ എന്ന് പറയുന്നൊരു പ്രത്യേക സംസ്കാരമാണ്. ചെറുതായതുകൊണ്ടെല്ലാം ലിറ്റിൽ മാഗസിൻ ആവില്ല. മനസ്സിലാക്കണം. അത് അന്നായാലും ഇന്നായാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്. അതിനുള്ള എൻ്റെ വഴികാട്ടി എന്ന് പറയുന്നത് എം ഗോവിന്ദനാണ്. ഈ എം ഗോവിന്ദൻ്റെ വിഖ്യാതമായ ഒരു വാചകമാണ് എഴുത്തോ നിൻ്റെ കഴുത്തോ എന്നുള്ളത്. അതിൽ ബാബു കുഴിമറ്റം ഏതാണ് സ്വീകരിക്കുന്നത്? എഴുത്താണോ കഴുത്താണോ?
രണ്ടായാലും എഴുത്താണല്ലോ എൻ്റെ കഴുത്ത് പോകാതിരിക്കാൻ കാരണം. കഴുത്താണല്ലോ ഞാൻ എഴുതാൻ കാരണം. കഴുത്താണല്ലോ എൻ്റെ എഴുത്തിനെ ഇതിപ്പോ രണ്ടും അത് പരസ്പര പൂരകമാണ്. എഴുത്തിന്റെ നേരത്ത് കഴുത്ത് പോകില്ലോ എന്ന് ഞാൻ ചിന്തിക്കാതെ. അതാണ് പറയേണ്ടത്. അതാണ് ചോദിച്ചത്. കഴുത്ത് എനിക്കൊരു പ്രശ്നമേ അല്ലാത്ത രീതിയിൽ ഞാൻ എഴുതുകയും പറയുകയും ചെയ്യുന്ന അങ്ങനെയായിരുന്നു. സംഭീതനാകുന്ന പ്രശ്നം അന്നും ഇന്നും അതെനിക്ക്. ഞാൻ എഴുത്തിന്റെ കാര്യത്തില് സത്യത്തിൽ നമ്മൾ വേറൊരു ഭാഷയിൽ പറഞ്ഞ ഇതൊരു ശരിയായ സരസ്വതി പൂജയാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്നെ നിലനിർത്തുന്നത്, ആത്മഹത്യയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന എഴുത്താണ്. അവിടെ ഞാൻ വ്യാജം കാണിക്കില്ല, അവിടെ ഞാൻ മറച്ചു വെക്കില്ല. ഒരു എഴുത്തുകാരൻ്റെ ധർമ്മം എന്താണ് എന്നൊക്കെ ഞാൻ പഠിച്ച ചില കാര്യങ്ങൾ, എനിക്ക് എൻ്റെ ചില ബോധ്യങ്ങളുണ്ട്. അതിന് യാതൊരു വിട്ടുവീഴ്ച അവിടെ വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാറായിട്ടില്ല. അന്നുമില്ല, ഇന്നുമില്ല. നമ്മുടെ MD വാസുദേവൻ നായർ സാറ് ഒരിക്കൽ ഒരു ഇതിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഈ വിദേശ രാജ്യങ്ങളിൽ എഴുത്തുകാരെ ഈ അനുവാചകർക്ക് അല്ലെങ്കിൽ ആരാധകർക്ക് എപ്പോഴും കയറി കാണാനുള്ള സംവിധാനങ്ങളൊന്നുമില്ല. അവർ അപ്പോയിൻമെൻ്റൊക്കെ എടുത്ത് വന്നൊക്കെ സംസാരിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ എപ്പോഴും കയറി ഇങ്ങനെ വരുന്നത് അതൊരു ഡിസ്റ്റർബൻസാണ് എഴുത്തുകാരനെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. താങ്കൾ അതിനോട് എങ്ങനെ പ്രതികരിക്കുന്നു? അതിലെ ഈ എഴുത്തിൻ്റെ സമയത്ത് എനിക്ക് അതിനോട് പൂർണ്ണമായിട്ട് യോജിപ്പില്ല. വാസുവേട്ടൻ എനിക്ക് പിതൃതുല്യനാണ്, ഗുരുതുല്യനാണ്, ഭ്രാതൃപൂജയോടെ ഞാൻ കാണും, ഒപ്പം സൗഹൃദവും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നതുകൊണ്ട് എല്ലാ കാര്യത്തിലും യോജിക്കണമെന്നൊന്നുമില്ല. അത് വേറെ കാര്യം. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമാണ്. അത് പുള്ളിയോട് നമുക്ക് വിയോജിപ്പ് നേരിട്ട് പറയാം. ഒരു പകയും വിദ്വേഷവും ഒന്നുമില്ലാത്ത വളരെ നന്മ നിറഞ്ഞൊരു മനുഷ്യൻ. എനിക്ക് പിൽക്കാലത്ത് മാതൃഭൂമിയിൽ ഒരുപാട് പ്രോത്സാഹനം തന്നു അദ്ദേഹത്തിൻ്റെ കാലത്തായിരുന്നു എന്നോ അറിയാമല്ലോ. എൻ്റെ കഥകളൊക്കെ മാതൃഭൂമിയിലെ അദ്ദേഹത്തിൻ്റെ രണ്ടാം ഊഴം. ഞാൻ നോവലിനെയല്ല ഉദ്ദേശിച്ചത്, അദ്ദേഹം രണ്ടാമത് മാതൃഭൂമികളിൽ. അല്ല, ഞാൻ അതല്ല പറഞ്ഞത്. ഞാൻ ചോദിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഒരു എഴുത്തുകാരൻ നിലയിൽ ഇങ്ങനെ ആരാധകർ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ അല്ല, ഞാൻ അവിടേക്ക് ഞാൻ വരുന്നത്. MD യോടുള്ള കടപ്പാട്, വിയോജിപ്പ് പറയുന്നത് കൊണ്ട് ആ കടപ്പാട് പറഞ്ഞതാണ്. MD രണ്ടാം ഊഴത്തിന് അദ്ദേഹത്തിന്റെ രണ്ടാം തവണ വന്നല്ലോ മാതൃഭൂമിയിലേക്ക്. ആദ്യം വാങ്ങിച്ച് പബ്ലിഷ് ചെയ്യുന്ന കഥ എന്ന് പറയുന്നത് ഒന്ന് ടി പത്മനാഭൻ്റെയും. ടി പത്മനാഭനുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്ത് തന്നെ. പക്ഷേ പുള്ളിയുടെ പത്രാധിപരത് മെയിൻ ചെയ്യത്തേയില്ല, വ്യക്തിബന്ധങ്ങളല്ല. ഒന്നാമതായിട്ട് വന്നത് ടി പത്മനാഭൻ്റെ കഥയും രണ്ടാമത്തെ എൻ്റെ കഥയായിരുന്നു. അതൊക്കെ എനിക്ക് വലിയ അംഗീകാരമാണ്. അതുപോട്ടെ, നമ്മൾ പറഞ്ഞു വന്ന വിഷയം, ഈ എഴുത്തുകാരനെ എഴുതുമ്പം മാത്രം എഴുത്തുകാരൻ. ഞാനൊരു സാധാരണ മനുഷ്യൻ തന്നെയാണ്. അല്ലാണ്ട് എനിക്ക് വേറെ യാതൊരു യോഗ്യതയോ പ്രത്യേകതയോ ഒന്നും ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എനിക്കത് താല്പര്യമില്ല ആ സമയത്ത്. പക്ഷെ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കയറി വരിക, അത് ബുദ്ധിമുട്ടാണ്. അത് എഴുത്തല്ല, എന്ത് ജോലി. അവിടെ നമ്മൾ ഒരു മുൻകൂർ ആരെങ്കിലും ഒന്ന് വിളിച്ചു പറഞ്ഞിട്ട് വരുന്നതാണ് അന്നും ഇന്നും എനിക്കിഷ്ടം. ഓർക്കാപ്പുറത്ത് കയറി വരുന്നത് എത്ര അടുത്ത സുഹൃത്തായാലും ഇന്ന് പോലും എനിക്ക് താല്പര്യമില്ല. അക്കാര്യത്തിലൊക്കെ MD പറഞ്ഞതിൽ കാര്യമുണ്ട്. പിന്നെ വേറൊന്ന് MDയിൽ നിന്ന് തന്നെ ഞാൻ അറിഞ്ഞ, അത് പിന്നെ വായിച്ചുമൊക്കെ അറിഞ്ഞൊരു കാര്യം, ഫ്രഞ്ച് ലിറ്ററേച്ചറും അവരുടെ സംസ്കാരവും. ഫ്രാൻസിലെ ഒരു പ്രസിഡന്റ്, ഫ്രഞ്ചിലെ ഒരു പത്താംകിട എഴുത്തുകാരനെ പോലും അവിടുത്തെ രാജ്യത്തിൻ്റെ പ്രസിഡന്റ് വീട്ടിൽ പോയി കാണുമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലെ അവസ്ഥ എന്താ? ഒന്നാംകിട എഴുത്തുകാർ പോലും പത്താംകിട രാഷ്ട്രീയക്കാരൻ്റെ കാല് തിരുമ്മി അവൻ്റെ വീട്ടിൽ പോകണം, അവൻ്റെ പിന്നാലെ നടക്കണം. ഇവിടുത്തെ ഒന്നാംകിട എഴുത്തുകാരൊക്കെ അധികാരത്തെ സ്തുതിച്ചും അധികാരത്തെ പുകഴ്ത്തിയും ഏറാൻ മൂളികളായിട്ട് പുരസ്കാരങ്ങളോ. സാറേ, ഒരു നല്ല എഴുത്തുകാരന്, എന്നെപ്പോലുള്ള ഒരാൾ, പുരസ്കാരങ്ങളിലൂടെ അല്ല വളരുന്നത്, തിരസ്കാരങ്ങളിലൂടെയാണ്. തീർച്ചയായിട്ടും ഇന്നും എന്നെ നയിക്കുന്നത് തിരസ്കാരങ്ങളാണ്, പുരസ്കാരങ്ങളിലല്ല ഞാൻ അഭിരമിക്കുന്നത്. അത്
പക്ഷേ നമ്മുടെ മുതിർന്ന തലമുറ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, വെറുതെ ഒരുപാട് അനാവശ്യമായ ഒരു വിവാദം ഉണ്ടാക്കി കഴിയാൻ തയ്യാറില്ല. ഭരിക്കുന്ന സർക്കാരിനെ പുകഴ്ത്തുക, ഭരണാധിപനെ പാടിപ്പുകഴ്ത്തുക, ഇതൊക്കെ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു എഴുത്തുകാരന് ചേരുന്നല്ല സംസ്കാരത്തിന്. പഴയ വഞ്ചീശമംഗളത്തിന്റെ ആവർത്തനങ്ങൾ അല്ലെ? അവരോട് ഗുരുസ്ഥാനീയരായ അത് പ്രായം കൊണ്ട് അങ്ങനെ ആവേണ്ട ആൾക്കാരാണ്. അവരോട് പോലും എനിക്ക് പറയാൻ, കുറഞ്ഞ പക്ഷം കുഞ്ചൻ നമ്പ്യാരുടെ ശൈലിയെങ്കിലും ശീലിക്കുക. അല്ല പയ്യേ, നിനക്കും പക്കത്താണോ ഊണ്? അല്ല, താങ്കൾ ഇത് കേക്കേ, അല്ല പയ്യേ നിനക്കും പക്കത്താണോ ഊണെന്ന് പറഞ്ഞാൽ രാജകീയ ഭോജനശാലയെ പുള്ളി വിമർശിക്കുകയാണ് ചെയ്തത്. തീർച്ചയായിട്ടും രാജാവിൻ്റെ ശ്രദ്ധയിൽ അത് കൊണ്ടുവരികയാണ്. രാജാവിനെ വിമർശിച്ച മറ്റൊരു അവസരം എന്താണ്? അല്ല, എനിക്ക് പഞ്ചസാരയുടെ കയ്പ് ഇഷ്ടമാണേ, മനസ്സിലായോ? ഈ ഒരു രീതിയിലുള്ള വിമർശനത്തിന് പോലും ഇന്ന് തയ്യാറല്ല. അത് സഹിക്കാൻ നമ്മുടെ രാഷ്ട്രീയ, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം പലപ്പോഴും, എന്തിനാ പറയാതിന്, വിശേഷിച്ചും ഇടതുപക്ഷ പ്രസ്ഥാനം, അഭിനവ ഇടതുപക്ഷത്തെ പ്രസ്ഥാനത്തെ പറ്റിയാണ് പറയാൻ, സഹിഷ്ണുതയില്ലായ്മ കാണിക്കുക. അതിൻ്റെ ഫലം അവരനുഭവിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായിട്ട് മനസ്സുകൊണ്ട് ഞാനൊരു ഒരു എഴുത്തുകാരൻ അതേ ആകാൻ പറ്റൂ. ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ മാനവീയത, മാർക്സിസം എന്ന് പറഞ്ഞാൽ മാനവീയത പര്യായമാണ് ഞാൻ കാണുന്നത്. പക്ഷെ നമ്മളൊക്കെ പഠിച്ചു വളർന്ന, കേട്ടു വളർന്ന, കണ്ടറിഞ്ഞു വന്ന, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കട്ടെ ആ വിഷയം. ഞാൻ ഈയിടെ എഴുതിയല്ലോ, എഴുതുകയും പ്രസംഗിയൊക്കെ സിനിമയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു വിഷയമാണ് നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന നാടകം ഒരു പുനർവായനയ്ക്ക് സമയമായിരിക്കുന്നു. സമയം അതിക്രമിച്ചിരിക്കുകയാണ്. തോപ്പിൽ ഭാസി ക്രാന്തദൃശ്യായ എഴുത്തുകാരനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ കേന്ദ്ര കഥാപാത്രമുണ്ടല്ലോ, പരമപിള്ള എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയത്? അദ്ദേഹം ദേശ് ക്യാപിറ്റൽ വായിച്ചിട്ട് കമ്മ്യൂണിസ്റ്റ് അരച്ചു കലക്കി കുടിച്ചിട്ടും ഒന്നുമല്ല. അദ്ദേഹം മാർക്സിനെ പഠിച്ചിട്ടല്ല, ഒന്നുമല്ല. അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് ആയത് എങ്ങനെയാണ്? അന്നത്തെ നേതാക്കന്മാരുടെ ജീവൻ പോലും ബലിയർപ്പിച്ച അർപ്പണ ബുദ്ധിയോടെ സർവ്വതും ത്യജിച്ച് ഒരുതരം സന്യാസ മിഷണറി മൈൻഡോടുകൂടി അവർ പാർട്ടിക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്, മനുഷ്യന് വേണ്ടി ഇറങ്ങിത്തിരിച്ചവരാണ്. അവരെ കണ്ടിട്ട് അവരാണ് എൻ്റെ നേതാക്കൾ, അവർ പറയുന്നതാണ് സത്യം, അവർ പറയുന്നതാണ് ശരി, അവരാണ് എൻ്റെ രക്ഷകർ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ കൊടി പിടിച്ച് എടുത്ത് മറ്റുള്ളവരോട് തന്നെ ഉപദ്രവിക്കുന്ന അല്ലെങ്കിൽ ചൂഷകരോട് പറയും നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി. രണ്ടർത്ഥമുണ്ട്. ഉപദ്രവിച്ചവർ മാത്രമല്ല പുള്ളിയെ കമ്മ്യൂണിസ്റ്റാക്കിയത്. ശരിക്കും പുള്ളിയെ കമ്മ്യൂണിസ്റ്റാക്കിയത് ഈ മാതൃകാ നേതൃത്വമാണ്. ഇന്ന് നേതൃത്വത്തെ മാതൃകയാക്കുന്നവരെവിടെ പോവും? ഇന്ന് അത് മാതൃകയാക്കി പോയി കഴിഞ്ഞാൽ അവർ കള്ളന്മാരും ദുഷ്ടന്മാരും കൊള്ളക്കാരും അഴിമതിക്കാരുമായിട്ട് മാറിയെന്ന് പറയും. എല്ലാവരും അല്ല, ഒരു വിഭാഗം. അവരതിൻ്റെ പാപഫലം അനുഭവിക്കുമ്പോഴും ഞാൻ പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും നശിക്കില്ല, നശിക്കാൻ പറ്റില്ല. അതിങ്ങനെ കാലോചിതമായിട്ട് പുതുക്കിപ്പണിത് വീണ്ടും വന്നുകൊണ്ടിരിക്കും. ഈ ദുഷിപ്പുകളെല്ലാം പാടെ ഒഴിഞ്ഞു പോകും. ഇപ്പം തന്നെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളിൽ ഞാൻ ഏറ്റവും മാതൃകയായിട്ട് കാണുന്നൊരു പ്രസ്ഥാനമുണ്ട്. ഏറ്റവും സംശുദ്ധമായിട്ട്, ഞാൻ മുമ്പേ പറഞ്ഞല്ല, അവരുടെ ജീവിതമാണ് എന്നെ അവർ മാതൃകയാന്ന് പറയാൻ കാരണം. ഓരോ വ്യക്തികളും, അത് വേറൊന്നുമല്ല, SUC എന്ന് പറയുന്ന ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ സംസാരിച്ചിരുന്നു. തീർച്ചയായിട്ടും SUC എന്ന് പറയുന്ന പ്രസ്ഥാനം അഖിലേന്ത്യാ തലത്തിലുള്ള പ്രസ്ഥാനമാണ്. സാറ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു SUC സഖാവിനെ എവിടെങ്കിലും കണ്ടിട്ട് അയാളൊരു ദുഷിച്ച മാർഗത്തിൽ നടക്കുന്നു എന്ന് പറയാൻ പറ്റും? എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടുള്ള എല്ലാ SUCക്കാരും വളരെ മാതൃകാ ജീവിതം നയിക്കുന്നവരാണ്. അവർ ഭരണത്തിന് വേണ്ടി ആക്രാന്തം കാണിക്കുന്നവരല്ല. പലപ്പോഴും അവർ ഇലക്ഷൻ വേളകളിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലും അവരുടെ ആശയങ്ങൾ അവരുടെ ദൂതറിയിക്കലിനുള്ള ഒരു മാർഗമായിട്ടാണ്. അവർ ഈ
വലിയ വലിയ മറ്റു ചില പാർട്ടികൾ ബക്കറ്റും കൊണ്ട് പിരിവിന് നടക്കുമ്പോൾ ഇവരൊരു ചെറിയ ടിന്നും കൊണ്ട് നടക്കുന്ന പണം ഉണ്ടാക്കാനല്ല, ആ ടിന്നിൻ്റെ കിലീലാരവത്തിൽ ഇവർ ഒരു ദൂതറിയിക്കലും കൂടെ നടത്തുന്നുണ്ട്. അത് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. മനസ്സിലായോ? അടിസ്ഥാനപരമായിട്ട് എൻ്റെ മനസ്സിൽ ഒരു ഇടതുപക്ഷക്കാരൻ ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറയാൻ കാരണം. അതെൻ്റെ പൊളിറ്റിക്സ് കാഴ്ചപ്പാട്. അതുകൊണ്ട് തന്നെയാണ് താങ്കൾ എപ്പോഴും ഈ അടുത്ത കാലത്ത് എല്ലാ പ്രസംഗവേദികളിലും പറയുന്ന ഒരു കാര്യമുണ്ട്, ഒരു നല്ല എഴുത്തുകാരൻ എപ്പോഴും പ്രതിപക്ഷ ബെഞ്ചിലിരിക്കണം. തീർച്ചയായിട്ടും ഇപ്പോഴും എൻ്റെ ഒരു നിലപാടതാണ്. എന്നാൽ ഞാൻ ഇതിനു മുമ്പ് ഞാൻ ഈയിടെ നടത്തിയ പ്രസ്താവന സാറും ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ. ഞാൻ വായിച്ചിരുന്നു, മറ്റേ ഫേസ്ബുക്കിൽ വിഷു ദിനത്തിൽ എഴുതിയ ഒരു വിഷു അതിനു മുമ്പ് നടത്തിയൊരു പ്രസ്താവനയുടെ ബാക്കി പത്രം ഞാനത് പുതുക്കിയതാണ്. ഒന്നുകൂടെ പുതുക്കിയാണ് ഒരുവിധ സർക്കാർ സ്ഥാപനങ്ങളിലെയും. കാരണം ഞാൻ ഈ അടുത്ത ഇടയിൽ കേരളത്തിലൊരു ഭരണമാറ്റം അനിവാര്യമാണ് എന്ന് പലപ്പോഴും എഴുതുകയും പറയുകയും ചെയ്തപ്പോൾ എതിരാളികൾ എന്നെ ക്രൂശിക്കാൻ ശ്രമിച്ചത്, വിമർശിക്കാൻ ശ്രമിച്ചത് പുതിയ ഗവൺമെൻറ്റിൽ ഞാൻ എന്തോ സ്ഥാനമാനങ്ങൾ പ്രതീക്ഷിച്ചിട്ടാണോ? ശരിയാണ്, നേരത്തെ ഒന്ന് രണ്ട് ഇത് സ്റ്റേറ്റ് ബുക്ക് മാർക്കിൻ്റെ മേധാവിയായതുമൊക്കെ ഉള്ള ചരിത്രം എനിക്കുണ്ടല്ലോ ഒന്ന് രണ്ട്. പക്ഷേ അവിടെ ഒന്നും എനിക്കൊരു ലാഭമായി, അന്ന് ഞാനൊരു ഉപജീവന മാർഗം എൻ്റെ കുടുംബത്തെ പോറ്റാൻ മാർഗമാവുമെന്ന് കരുതിയാണ് ചെന്നതെങ്കിലും എനിക്ക് കൈപ്പറപ്പേ വന്നിട്ടുള്ളൂ. പിന്നീട് പല സുഹൃത്തുക്കൾ ആക്ഷേപിക്കുന്ന പോലെ PM മണിക്കരുടെ ആത്മാവ് ബാധിച്ചു എന്നൊക്കെ പറയുന്ന പോലെ ഞാൻ അതിനുവേണ്ടി അർപ്പിക്കുകയായിരുന്നു. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ മുഖ്യധാര പ്രസ്ഥാനമാക്കി മാറ്റാൻ സാധിച്ചു. പക്ഷേ അവിടെ അതുകൊണ്ട് എന്നെ പലരും ഒരു കോൺഗ്രസ്സുകാരനാണെന്ന് തെറ്റിദ്ധരിച്ചു. ഞാൻ ഇന്ന് വരെ ഒരു പാർട്ടിയിലും മെമ്പറല്ല. എൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാറേ എൻ്റെ എഴുത്താണ്, എൻ്റെ അക്ഷരമാണ് എൻ്റെ രാഷ്ട്രീയം. പിന്നെ ഇസം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, മാർക്സിസത്തെ ഞാൻ കാണുന്നത് മാനവീയതയുടെ പര്യായപദമായിട്ട്. ഒരു ഹ്യൂമനിസ്റ്റാണ് താങ്കൾ. അതാ മാർക്സിസത്തെ ഞാൻ അങ്ങനെ കാണുമ്പോഴും ഗാന്ധിസത്തെ ആരാധനയോടെ കാണുന്നുണ്ട്. ഒരു ഗാന്ധിയൻ മാർക്സിസ്റ്റ് എന്ന് എന്നെ പറ്റി പറഞ്ഞാലും ഹ്യൂമനിസം എന്ന് പറഞ്ഞത് അത് തന്നെ, തീർച്ചയായിട്ടും MN റോയിയൊക്കെ പറഞ്ഞത് ഹ്യൂമനിസം. അതുകൊണ്ട് ഗാന്ധിസം പൂർണ്ണമായിട്ട് പഠിച്ചിട്ടോ അല്ലെ മാർക്സിസം പൂർണ്ണമായിട്ട് പഠിച്ചിട്ടൊന്നും അതിനൊന്നും അർത്ഥമാക്കേണ്ട കാര്യമില്ല. എൻ്റെ ചില നിലപാടുകൾ അതാണ്. ആ നിലപാടുകളിൽ ഉറച്ചു നിൽക്കും. അത് ഞാൻ എഴുത്തുകാരനായാലും അല്ലെങ്കിലും അവാർഡ് കിട്ടിയാലും ഇല്ലെങ്കിലും ഒന്നും ഞാൻ ഒരു അവാർഡുകൾക്കും വേണ്ടിയല്ല, ഞാൻ സർക്കാർ അവാർഡുകൾ കൈപ്പറ്റില്ല എന്ന് വളരെ പലതവണ ഞാൻ പ്രതിജ്ഞ എടുത്തിട്ടുണ്ടല്ലോ. സർക്കാരിൻ്റെ സ്ഥാനമാനങ്ങളും അതുപോലെ തന്നെയാണ്. ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെയാണ് മുൻകൂർ പ്രഖ്യാപിച്ചത് ഇനി സർക്കാരിൻ്റെ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുകയില്ല. അതെ, ഇനി വേറെ ചില കാര്യങ്ങൾ ചോദിക്കാം. അപ്പം താങ്കളൊരു കഥ എഴുതുമ്പോൾ ഒരു ശീർഷകം എഴുതിയിട്ടാണോ കഥ എഴുതുന്നത്, അതോ കഥ എഴുതി കഴിഞ്ഞിട്ട് ശീർഷകം കൊടുക്കുകയാണോ ചെയ്യുന്നത്? രണ്ടും സംഭവിക്കാം. ചില സമയത്ത് അങ്ങനെ ഒരു രീതിയില്ല സാറേ, ഈ അങ്ങനെ പ്രത്യേകിച്ച് ഒരു ശീലമൊന്നുമില്ല. ഇതിപ്പോൾ കഥയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മുൻകൂർ അങ്ങനെയുള്ള ചില സമയത്ത് രാത്രിയിൽ ഞെട്ടി എണീക്കുകയാണ്. ആ സമയം തന്നെ ഞാൻ എഴുതാനിരിക്കുകയാണ്. അല്ല പിന്നെ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ. അപ്പം ആ സമയത്ത് ഞാനാണോ എഴുതുന്നത് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഉള്ളിലിരുന്ന് മറ്റാരോ എഴുതുകയാണ്. പിന്നെ ചില നിമിത്തങ്ങൾ ഒക്കെ വരാം. എന്നാൽ ഈ കഥ എഴുതി തുടങ്ങുന്നതിന് മുമ്പ് ശീർഷകം മനസ്സിൽ വന്ന കാലമുണ്ട്. എനിക്കറിയാമോ, ഒന്ന് രണ്ട് നമ്മുടെ തോമസ് ജേക്കബിനെ പോലുള്ള പത്രപ്രവർത്തകരൊക്കെ, മനോരമയുടെ ഡയറക്ടറായിരുന്ന തോമസ് ജേക്കബ് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ശീർഷകങ്ങളുടെ കാലൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഈ ശീർഷകങ്ങളിൽ ഞാൻ വളരെ വെറൈറ്റി ആയിട്ടുള്ള ശീർഷകങ്ങളാണ്. അത് വേറൊരു കാര്യമുണ്ട്. ഒരു വായനക്കാരന് അവനെ ഫസ്റ്റിൽ ആകർഷിക്കുന്നത് ഒരു ശീർഷകമാണ്. അത് നമ്മൾ എഴുത്തുകാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ഒരു കമൻറ്റ് ഞാൻ താങ്കളെ പറ്റി കേട്ടുള്ളത്, കുഴിമറ്റത്തുകാരനായ സാധാരണ നസ്രാണിയുടെ കുംഭസാരമാണ് ഈ കഥകൾ എന്നാണ് ഞാൻ ഇവിടെ വായിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ താങ്കളുടെ ഈ കഥകളെല്ലാം തന്നെ ഒരു അനുഭവത്തിൽ ആയിരിക്കുമോ, അതോ ഭാവനാ സൃഷ്ടികൾ അതിനകത്ത് വന്നിട്ടുണ്ടോ, അതോ കൂടുതൽ ഭാവന എന്ന് പറയുന്നത്
ഈ ഒരു സമ്പൂർണ്ണ ഭാവന എന്നൊക്കെ പറയുന്നത് തെറ്റല്ലേ സാറേ? അനുഭവങ്ങൾ ആ ചില, അല്ല, അതായത് സ്വാനുഭവമാണോ ചില, മറ്റുള്ള അനുഭവം? അതെ, അത് സ്വാനുഭവങ്ങൾ, വായിച്ചുള്ള അനുഭവങ്ങൾ, കേട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ നമ്മളെ ചില രൂപപ്പെടുത്തലുകൾക്ക് വിധേയപ്പെടുത്തും. ഓ, അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചില നിമിത്തങ്ങളും കൂടെ ഉണ്ടാവുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇല്ലായ്മയിൽ നിന്ന് ഒന്നും ഉണ്ടാവുന്നില്ല. തീർച്ചയായിട്ടും. ഈ അനുഭവ കഥകൾ വായിക്കാനാണ് ഇപ്പോൾ ആൾക്കാർക്ക് ഏറ്റവും താല്പര്യം എന്നൊക്കെ താങ്കൾ പറഞ്ഞിട്ടുണ്ട്. അനുഭവ കഥകളെ ഒരു ലഹരിയാക്കിയ ആളാണ് വൈക്കം ചന്ദ്രശേഖരനാർ അനുഭവങ്ങളെ നന്ദി എന്ന പുസ്തകത്തിലൂടെ തീർച്ചയായിട്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് താങ്കൾ അനുഭവ കഥകൾ അല്ലെങ്കിൽ ഒരു ആത്മകഥ എഴുതുന്നില്ല? ഉണ്ട്. 70കളുടെ പുസ്തകത്തിൽ നിന്നും പറഞ്ഞ് എൻ്റെ ഒരു അനുഭവ കഥ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ആത്മകഥ പോലെ എഴുതുന്നില്ല. കലാമതിയിലാണ് ആദ്യം അത് അച്ചടിച്ചു വരുന്നത്, പിന്നീട് DC അത് പുസ്തകമാക്കി. അപ്പൊ വലിയ തോതിലുള്ള സ്വീകരണം വായനക്കാരിൽ നിന്ന്. ആ ഇടയ്ക്ക് അനുഭവകഥകളിലേക്ക് അധികം പേര് പോയിട്ടില്ല. പിന്നീടാണ് ഇത് മറ്റേ ചിദംബര സ്മരണകൾ ബാലേന്ദ്രൻ്റെ അത് വരുന്നത്. പക്ഷേ എനിക്ക് ജീവിതത്തിലെ പല പല പ്രശ്നങ്ങൾ മൂലം പിന്നീട് DC ആയാലും കലാമതി ആയാലും പലതവണ എന്നോട് ആവശ്യപ്പെട്ടു അതിൻ്റെ രണ്ടാം പകുതി, ബാക്കി ഭാഗങ്ങൾ എഴുതി കൊടുക്കാൻ. എഴുതണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല, എനിക്ക് ഇതുവരെ നടന്നിട്ടില്ല. താങ്കള് ഞാൻ ശ്രദ്ധിച്ചിടത്തോളം മറ്റേ സോഷ്യൽ മീഡിയയിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലും ഒക്കെ താങ്കളെ കാണാറുണ്ട്. പക്ഷേ ഇൻസ്റ്റഗ്രാമിൽ താങ്കൾക്ക് ഒരു അക്കൗണ്ട് ഉണ്ടെങ്കിലും പക്ഷെ അതിൽ വല്ല പോസ്റ്റൊന്നും അധികം കാണുന്നില്ല. ഒന്ന്. രണ്ട്, താങ്കൾക്ക് എന്തുകൊണ്ടൊരു വിക്കിപീഡിയ ഉണ്ടായില്ല എന്നുള്ളതാണ്. എനിക്കിതിലൊന്നും അല്ല, അത് വേണ്ടതല്ലേ? എനിക്ക് ഇതിനകത്തുള്ള സാങ്കേതിക ജ്ഞാനം കുറവാണ്. അല്ല, അത് പിന്നെ എന്നെ സഹായിക്കാൻ ഇതിനൊന്നും സഹായിക്കാൻ ആരുമില്ല. ഞാൻ ഇന്നും അടിയന്തരമായ ഒരു വിക്കിപീഡിയ ഉണ്ടായേണ്ടിയിരിക്കും ഓരോ ഒറ്റപ്പെട്ട കുഴിമറ്റത്തിന്. ഇത് എൻ്റെ സുഹൃത്തുക്കൾ ആരെങ്കിലും തയ്യാറായാലും ഇതൊക്കെ നടക്കും. മക്കൾക്ക് ഇതിനൊന്നും വലിയ താല്പര്യമോ. പക്ഷെ ആരോടൊക്കെ പറഞ്ഞ് ചെയ്യണം, കാരണം അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിക്കിപീഡിയയിലൂടെ ഒരു അക്കൗണ്ട് ഇതുണ്ടാകുന്നത് നല്ലതാണ്. പിന്നെ സാറ് പറഞ്ഞത് ശരിയാണ്. ഈ ശ്രദ്ധിക്കണം, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് ജനജിഹ്വയാണ്. അതിന് കാലമാണ് ഇനിയിപ്പോ. അതാണ് ഇപ്പോഴത്തെ പ്രബല മാധ്യമം എന്ന് പറയുന്നത്. ഒക്കെ ശരി തന്നെയാണ്. ഞാൻ ആകപ്പാടെ അത് ശ്രദ്ധിക്കുന്ന ഈ ഫേസ്ബുക്ക് മാത്രമാണ്. മറ്റൊരു കാര്യം, എങ്ങനെയാണ് താങ്കൾക്ക് ഈ അക്ഷരമുറ്റം എന്നൊരു കൺസെപ്റ്റ് ഉണ്ടായത്? അക്ഷരമുറ്റം സാംസ്കാരിക വേദി ഉണ്ടാകണമെന്നും തോന്നാനുള്ള കാര്യം? എൻ്റെ തറവാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ളൊരു വീടാണ്. അത് ഇന്നും അതേപടി നിർത്തിയിരിക്കുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, അവിടെ ഈ എഴുത്തുകാരുടെ എല്ലാം ഒരാവാസ കേന്ദ്രമായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അപ്പൂപ്പൻ്റെ കാലം മുതലുള്ള ബന്ധമുള്ള നമ്മുടെ PN പണിക്കർ സാർ, അതായത് സാക്ഷര കേരളത്തിൻ്റെ പിതാവ് എന്നാണ് ഞാൻ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത്. പണിക്കർ സാർ വീട്ടിൽ വരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അദ്ദേഹം നട്ടൊരു മാവാണ് എൻ്റെ മുറ്റത്തുള്ളത്. അന്ന് മുറ്റത്തിൻ്റെ താഴെയായിരുന്നു അത്. പിന്നീട് മുറ്റം ചില കാരണങ്ങളാൽ ഡെവലപ്പ് ചെയ്തപ്പോൾ മുറ്റത്തായി. അതിങ്ങനെ വളർന്ന് കിടക്കുന്ന സമയം അതിൻ്റെ കീഴിലായിരുന്നു കസേര കിട്ടി എഴുത്തുകാരുടെ ഒരു കൂട്ടായ്മ. എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരെല്ലാം എണ്ണം പറഞ്ഞവർ, അത് ഞാൻ പറഞ്ഞ ഈ തകഴി മുതൽ വർക്കി വരെയും കാക്കനാടൻ മുതൽ ഇങ്ങനെ വൈക്കം ചേട്ടന് മുതൽ ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് ബാലേന്ദ്രൻ ചുള്ളിക്കാട്, S ജോസഫ് വരെ ഇങ്ങനെ ഉള്ളവരെല്ലാം മലയാളത്തിൽ അങ്ങനെ ഇവിടെ വന്നിട്ടില്ലാത്ത വളരെ അപൂർവം പേരേ ഉണ്ടാവുള്ളെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ കൂടുന്ന ഒരു സന്ദർഭത്തിൽ ഈ മാവും ഒക്കെ ഉള്ള സമയത്ത് വൈക്കം ചേട്ടനാണ് അക്ഷരമുറ്റം എന്നതിന് പേരിട്ടത്. ചന്ദ്രശേഖരൻ അദ്ദേഹം ഇട്ട പേരാണ് അത്. പിൽക്കാലത്ത് ഞാൻ ഒരു 10-30 വർഷമായിട്ട് തിരുവനന്തപുരത്തായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ അക്ഷരമുറ്റം ഇവിടുത്തെ കൂട്ടായ്മയ്ക്ക് ഒരു ബ്രേക്ക് വന്നു. ഞാൻ തിരുവനന്തപുരത്ത് സ്ഥിരതാമസമാക്കി ഒരു 10 വർഷം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും സർവീസൊക്കെ വിട്ടിട്ട് ഇങ്ങോട്ട് വന്ന സമയത്ത് വീണ്ടും ആൾക്കാർ കൂടാൻ തുടങ്ങി. അപ്പോൾ നമ്മുടെ നാട്ടിലെ പുതിയ എഴുത്തുകാരും പഴയ അവസ്ഥയൊക്കെ മാറി ചിന്തിക്കുന്നവർ കുറേ പേരുണ്ടായി. അപ്പോൾ അവരൊക്കെ നാട്ടുകാരെ കൂടെ സംഘടിപ്പിച്ച്, അപ്പോൾ അവരുടെ എണ്ണം വർദ്ധിച്ചപ്പം ഈ തണൽ പോരാന്നായി. തന്നെ ഇടയ്ക്ക് മാവ്
തലക്കം വെട്ടേണ്ടി വരും. കാരണം ഇത് ചരിഞ്ഞ് വീടിൻ്റെ പുറത്തോട്ട് വരുമ്പോൾ കുറേ വെട്ടിക്കളയും. അപ്പോൾ പണ്ടൊരിക്കൽ വർക്കി സാറിൻ്റെ കാലത്ത് അങ്ങനെ ഒന്ന് വെട്ടിയപ്പോൾ പുള്ളി പറഞ്ഞതാണ്, പലരും ഇങ്ങനെ പണിക്കരുടെയും തല വെട്ടാൻ നോക്കിയിട്ടുണ്ട്, പക്ഷെ കിളുത്ത് വരും. ആ മുറ്റത്തെ അച്ഛന് മുറ്റം എന്ന് പേരിട്ടത് വക്കൻ ചേട്ടനാണ്. ആ മുറ്റത്ത് ഈ മാവാണ് ഇതിന് പ്രധാന കാരണം. ഇപ്പം ഞങ്ങൾ ആൾക്കാർ കൂട്ടായ്മ കൂടിയപ്പോഴത്തേക്ക് ആ മാവിൻ്റെ ചുവട്ടിൽ ചെറിയ ഓഡിറ്റോറിയം ഉണ്ടാക്കി. ഒരു 100 പേർക്ക് ഇരിക്കാവുന്ന എല്ലാ സംവിധാനവും, കസേര, ഫാന് എല്ലാം. അവിടെ മൈക്ക് സ്പോൺസർ ചെയ്ത് സാക്ഷാൽ PM പണിക്കർ സാറിൻ്റെ മോൻ വലവൽ സാറാണ്. മനസ്സിലായോ? അപ്പം എല്ലാ സംവിധാനവും അവിടെ ഉണ്ട്. ആരോടും ഒരു പൈസയും പ്രതിഫലം പറ്റില്ല. ആർക്ക് വേണേലും ഏത് കക്ഷിക്ക് വേണേലും അവിടെ സാംസ്കാരിക മീറ്റിംഗ് ഇപ്പോഴും നടത്താനുള്ള എല്ലാ സൗകര്യവും നമ്മൾ ചെയ്തു കൊടുക്കും. ഒരു കാര്യം, നമ്മൾ ഒരു കുടുംബ ട്രസ്റ്റ് പോലെയാണ്. ഒരു കാര്യം ചെയ്തു കൊടുക്കുന്നത് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ, അത് ഫ്രീ ആണ്. വലിയൊരു ലൈബ്രറിയുണ്ട്, സാമാന്യം വലിയൊരു ലൈബ്രറി. പുസ്തക വിതരണം അങ്ങനെയില്ല, പുറത്തോട്ട് കൊടുക്കുകയില്ല. അവിടെ വന്നിരുന്ന് റെഫർ ചെയ്യുന്നവരുണ്ട്, റിസർച്ച് ചെയ്യേണ്ടവരും ഒക്കെ ഉണ്ട്. പിന്നെ എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ഈ അയൽക്കൂട്ടം തൊഴിലുറപ്പ് സ്ത്രീകളെയൊക്കെ വിളിച്ചു കൂട്ടിയിട്ട് ബാലസാഹിത്യ ഗ്രന്ഥങ്ങൾ അവരുടെ വീട്ടിൽ കൊടുത്തു വിടും. കുഞ്ഞുങ്ങളെ വായനയിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം. വലിയ പുസ്തകങ്ങൾ അങ്ങനെ കൊടുത്തുവിടില്ല, റെഫറൻസ് ഗ്രന്ഥശാലയായിട്ട് അത് പ്രവർത്തിക്കുന്നു. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ്. അപ്പോൾ എനിക്ക് ഈ വൈക്കം മുഹമ്മദ് ബഷീറിനോട് എനിക്ക് അടുപ്പം എനിക്കില്ല. തകഴി ചേട്ടനെ ഞാൻ ഒരിക്കൽ വൈക്കം ചേട്ടനെ വിളിച്ച് കണ്ടിട്ടുണ്ട്, അത്രേ ഉള്ളൂ. കൂടുതൽ അടുപ്പമില്ല. എനിക്ക് കൂടുതൽ അടുപ്പമുള്ള ആ ത്രയത്തിൽ ഒരാൾ പി കേശവദേവനാണ്. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞാൻ മിക്കവാറും പോവുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം അദ്ദേഹം ഒരു നിഷേധിയുടെ ഇതിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട്. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ ആത്മകഥയുടെ പേര് തന്നെ എതിർപ്പെന്നാണല്ലോ. പിന്നെ അവതാരിക ആരും കൊണ്ട് എഴുതിക്കില്ല കഥകൾക്ക്, കാരണം എൻ്റെ കഥകൾക്ക് അവതാരിക കൊണ്ട് ആരുമില്ല എന്നുള്ള ലൈനൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക് ഈ കേശവദേവനെയാണ് ഈ ബാബു കുഴിമറ്റോട്ട് എനിക്ക് പലപ്പോഴും സംസാരിക്കുമ്പോഴെനിക്ക് ഒരു തോന്നുന്നു ഒരു നിഷേധിത്തരം എനിക്കുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് എനിക്ക്. അപ്പോൾ താങ്കളുടെ മറ്റേ കേശവദേവൻ്റെ മാതിരി തന്നെ ബാബു കുഴിമറ്റത്തിനും ഒരു ഭയങ്കരമായ ആർജവമുണ്ട്. കാരണം ഇല്ലെങ്കിൽ ഒരിക്കലും ഒരു വേദിയിൽ വന്നിട്ട് മദ്യത്തെപ്പറ്റി സംസാരിക്കുക ഒക്കെ ചെയ്യുന്ന ഒരു പ്രകൃതം അതെങ്ങനെ ഉണ്ടായി? സാറേ, ഞാൻ ബോധപൂർവ്വം നിഷേധിക്കാറൊന്നുമില്ല. അങ്ങനെ ആരെയും നിഷേധിക്കാനോ ധിക്കരിക്കാനോ ഒന്നും എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ എൻ്റെ ഉള്ളിൽ ശരിയെന്ന് തോന്നുന്ന കാര്യം അത് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കും. അത് വേറെ എന്തെങ്കിലും ഒരു ഇച്ഛാശക്തി, വേറെ എന്തെങ്കിലും ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അതിനകത്ത് വെള്ളം ചേർക്കാൻ ഞാൻ തയ്യാറില്ല, കോംപ്രമൈസ് ചെയ്യാനും തയ്യാറില്ല. ഞാൻ എല്ലാവരോടും ആദരവപൂർവ്വം ഇടപെടുന്ന ആളാണ്. കേശവദേവനെയൊക്കെ ചെറുപ്പത്തിലേ കാണാനും ബന്ധപ്പെടാനും ഒക്കെ അവസരം കിട്ടിയിട്ടുണ്ട് ധാരാളമായിട്ട്. ആരാധനയോടെയൊക്കെ ഞാൻ അവരുടെ നിലപാടുകളൊക്കെ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ എന്നെ അടിയുറച്ച നിലപാടും തുറന്നടിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഊർജം എനിക്ക് കിട്ടിയത് ഈ പറഞ്ഞ കേശവദേവിൽ നിന്നും പൊൻകുന്നം വർക്കിയിൽ നിന്നാണ്. ഞാൻ അത് ചോദിക്കാൻ ഉദ്ദേശിച്ചത്, താങ്കൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ താങ്കൾ മാതൃകയായിട്ട് കാണുന്ന ഒരു എഴുത്തുകാരനുണ്ടോ? ഉണ്ടെങ്കിൽ അത് ആരാണ്? അങ്ങനെ ഒരു മാതൃക എന്ന് പറയാൻ പറ്റില്ല. എനിക്ക് അങ്ങനെ ഒരു എല്ലാവരെയും ഇഷ്ടമാണ്. ഏറ്റവും ഇഷ്ടപ്പെട്ട കൃതി ചോദിക്കുകയാണെങ്കിലോ, വായിച്ചിട്ടുള്ളതിൽ വീണ്ടും വായിക്കാൻ തോന്നുന്നത്? അതും അങ്ങനെ പറയാൻ പറ്റില്ല. ഒരുപാട് എനിക്ക് ഇപ്പോൾ ഒ വി വിജയൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസം എല്ലാവരും പറയുമ്പോൾ എനിക്ക് ഖസാക്കല്ലേ ഇഷ്ടം. ഖസാക്കിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. ശരി. അത് തന്നെയല്ല, ഞാൻ വിജയൻ ചേട്ടനോട് തന്നെ തുറന്നടിച്ച് പറഞ്ഞിട്ടുണ്ട്, ദാറ്റ് ഈസ് എ സൂപ്പർ ഇമ്പോസ്ഡ് പൈങ്കിളി എന്നാ പറഞ്ഞു. പ്രകോപിക്ക്. പക്ഷെ അദ്ദേഹത്തിന് ധർമ്മപുരാണം അതാ ഒരു പ്രക്ഷോഭകാരിയുടെ ഒരു വലിയ സാന്നിധ്യമുള്ള ആ ധർമ്മപുരാണത്തിലുണ്ട്. കൂടാതെ അദ്ദേഹത്തിൻ്റെ പല ചെറുകഥകളും അപൂർവ സുന്ദരമാണ്, വിശ്വോത്തരമായ ചെറുകഥകൾ. സർവോപരി വിജയനൊരു ഋഷിതുല്യ തേജസ്, അങ്ങനെയുള്ളൊരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരുന്നു. ശരിക്കും ഒരു ഋഷീശ്വരൻ എന്നൊക്കെ പറയാവുന്നതല്ല. അതുപോലെ നോവലുകളുടെ കാര്യം പറഞ്ഞാലേ, പാറപ്പുറത്തിൻ്റെ അരനാഴിക നേരം എൻ്റെ സാറ് വിശ്വോത്തരമായ ഒരു രചനയാണ്. തീർച്ചയായിട്ടും.
ഈ ഭാഷ മലയാളം നന്ദികെട്ട മലയാളത്തിലല്ലാതെ അത് ഇംഗ്ലീഷിലായിരുന്നെങ്കിൽ ആയിരുന്നു അത് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് എന്നേ കിട്ടേണ്ടതാണ്. നോബൽ പ്രൈസ് കിട്ടുന്നതെല്ലാം ശരിയായിട്ടുള്ളവർക്കാണെന്നല്ല ഞാൻ പറഞ്ഞത്. എങ്കിലും സാമാന്യേന എങ്കിലും ലോകത്തിലെ ഏറ്റവും വലിയ ഒരു അംഗീകാരം അതിന് അർഹിക്കുന്നു എന്നാണ് ഞാൻ പറഞ്ഞത് ചുരുക്കം. തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ ഒരുപാട് നേരം സംസാരിച്ചു, കുറച്ച് നേരം സംസാരിക്കാൻ വന്നതാണ്, എന്തായാലും ദീർഘ സംഭാഷണമായി മാറി. അപ്പോൾ ഞാൻ പറയുന്നത്, താങ്കൾ ഇപ്പോൾ എന്തൊരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതിനെക്കുറിച്ച് ഒന്ന് ഒരു ബ്രീഫ് പറഞ്ഞ് നമുക്ക് അവസാനം. നോവല് ഒരുപാട് എൻ്റെ പല കൃതികളും ഒരുപാട് കാലം എടുക്കുമല്ലോ. അതെ. ഇപ്പോഴത്തെ ആ ഒരു വർക്കെന്ന് പറയുന്നത് എന്നെ അലട്ടുന്നു. ഞാൻ പറഞ്ഞു നിർത്താം. അലട്ടുന്നത് സ്പേസ് ആൻഡ് ടൈമാണ്. സ്പേസ് ആൻഡ് ടൈം, കാലവും ദൂരവും എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് സമീപകാലത്ത് കണ്ടെത്തിയ ഒരു നക്ഷത്ര സമൂഹത്തിലേക്കുള്ള ദൂരം 8800 കോടി പ്രകാശ വർഷങ്ങളെന്നാണ്. അടുത്ത കാലത്ത് ഓസ്ട്രേലിയയിൽ നിന്നോ മറ്റോ കിട്ടിയ ഒരു ഡെഡ് ബോഡി, പൂർണ്ണതയിലെത്തിയൊരു മനുഷ്യൻ്റെ ശവശരീരത്തിന് 29 ലക്ഷം വർഷമാണ്. ഒരു ചെലന്തിയുടെ ഫോസിലിന് 8 കോടി വർഷം മറ്റോ. അപ്പോൾ ഭൂമിയുടെ പഴക്കം എന്താണ്? നമ്മുടെ മതദൈവങ്ങളൊക്കെ ഉണ്ടായിട്ട് എത്ര നാളായി? ബുദ്ധന് വേണ്ട 3500 വർഷം, ക്രിസ്തുവിന് അതുപോലെ നമ്മുടെ ഈ മതങ്ങളൊക്കെ ഉണ്ടായിട്ട് കേവലം ആയിരങ്ങളെ ആയുള്ളൂ. ക്രിസ്തു വന്നു പോയിട്ട് 2500 വർഷം എന്ന് പറയുമ്പോൾ എന്താ പറയും, ഈ ഡെഡ് ബോഡിയുടെ പഴക്കം എന്ന് പറയുന്നത് 29 ലക്ഷം വർഷം മുമ്പ് ജീവിച്ചിരുന്നൊരു മനുഷ്യനാണ് ഇല്ലേ? 8800 കോടി പ്രകാശവർഷങ്ങൾക്ക് അകലെ കണ്ടെത്തിയ ഈ ചിഹ്ന ഗ്രഹങ്ങൾ, നക്ഷത്ര സമൂഹം, അവിടെയാണ് കാലവും ദൂരവും നമ്മളെ ഹോണ്ട് ചെയ്യുന്നത്. നമ്മുടെ മതങ്ങൾക്കും അതുപോലുള്ള പല ദർശനങ്ങൾക്കും പറ്റുന്നത് എന്താ അറിയാം? അവർ കാലോചിതമായിട്ട് അപ്ഡേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഈ ശാസ്ത്ര സത്യങ്ങളെയൊക്കെ മനസ്സിൽ ദൈവമില്ല എന്ന് ഞാൻ പറയില്ല. ഒരു വാക്യം ഞാൻ എപ്പോഴും ഓർക്കുന്നത്, ബൈബിളിൽ ഒരു വാക്യമുണ്ട്, അത് സമാനമായ വാക്യങ്ങൾ മറ്റ് ഗ്രന്ഥങ്ങളിലുണ്ട്. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു എന്ന്. ശരിയാതെ ദൈവം ഉണ്ട് എന്ന് പറയുന്നത് വിഡ്ഢിത്തരമാണെങ്കിൽ അതേപോലെ വിഡ്ഢിത്തരമാണ് ഇല്ല എന്ന് പറയും. ഐ ഡോണ്ട് നോ എന്ന് പറയാം. പക്ഷേ ഈ കാലാതീത ശക്തി, ഈ ദൂരമളക്കാൻ വയ്യാത്ത ഈ വല്ലാത്ത ഈ പ്രപഞ്ചം, ഈ പ്രതിഭാസം, അതിനെല്ലാം അപ്പുറം ഒരു ദൈവത്തെ കാണാൻ മനുഷ്യന് സാധിക്കണ്ടേ? അങ്ങനെ വരുമ്പോൾ മതങ്ങളോ ജാതിയോ സമുദായം ഇതൊന്നും ഒരു പ്രശ്നമല്ല. അങ്ങനെ ചിന്തിക്കാത്തത് കൊണ്ടാണ് ഈ മതങ്ങളും സമുദായങ്ങളും ഇങ്ങനെയുള്ള വേർതിരിവുകളെല്ലാം മാനവരാശിക്ക് വലിയ ദുരന്തങ്ങളായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിന് ഇതിൻ്റെയൊക്കെ നിസ്സാരത മനസ്സിലാകാത്തതുകൊണ്ട്. ഓക്കെ. അപ്പോൾ ഏതായാലും ഈ നോവൽ ആയിരിക്കും ഒരു പക്ഷേ താങ്കളുടെ മാസ്റ്റർ പീസ് ആവാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇതിൻ്റെ ഒരു പശ്ചാത്തലം കേട്ടിടത്തോളം തോന്നുന്നത്. കാരണം ഇതുവരെ എഴുതി വന്ന ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ വേറൊരു ഭൂമികയിലോട്ടാണ് ഇതിൻ്റെ കഥാസാരം പോകുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാകട്ടെ, അത് എത്രയും വേഗം എഴുതി തീരട്ടെ. അത് ബാബു കുഴിമറ്റത്തിൻ്റെ ഏറ്റവും മികച്ച ഒരു കൃതിയായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത്രയും നേരം ഞങ്ങളോടുകൂടി സംസാരിക്കാനിരുന്നതിന് വളരെയധികം വീണ്ടും പേർത്തും അഭിനന്ദിച്ചുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമുക്ക് കാണാം.